ഹലോ മക്കളെ, ഇന്ന് നമ്മൾ മോഷൻ ഇൻ എ പ്ലെയിൻ എന്ന ചാപ്റ്ററിൽ നിന്ന് കുറച്ച് പ്രീവിയസ് ഇയർ നീറ്റ് എക്സാം ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പോവാം. ഓക്കെ, അപ്പോൾ ഈ ക്ലാസ്സിൽ കുറച്ച് ഞാൻ തിയറി പറയും. സോ നിങ്ങൾക്ക് തിയറി ആവശ്യമുണ്ടെങ്കിൽ ആ പാർട്ട് കാണുക, അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, അത് സ്കിപ്പ് ചെയ്തിട്ട് ക്വസ്റ്റ്യൻ മാത്രം ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പോൾ മോഷൻ ഇൻ എ പ്ലെയിൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ചാപ്റ്ററാണ്. നമുക്കതൊന്ന് കുറച്ച് ക്വസ്റ്റ്യൻസ് ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ട്, നമുക്കൊന്ന് ചെയ്ത് നോക്കാം. ഓക്കെ, അതിനു മുന്നേ ശ്രദ്ധിക്കാം. മോഷൻ ഇൻ എ പ്ലെയിന് ഞാൻ കുറച്ച് ടോപ്പിക്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. നോക്കടാ, ഫസ്റ്റ് ടോപ്പിക്ക് ഞാൻ ഡിവൈഡ് ചെയ്ത് വെക്റ്റേഴ്സ് എന്നാണ്. വെക്റ്റേഴ്സ് നമുക്കറിയാം, വെക്റ്റേഴ്സിൻ്റെ ബേസിക് നിങ്ങൾ പഠിക്കുന്ന മോഷൻ ഇൻ എ പ്ലെയിൻ എന്ന ചാപ്റ്ററിലാണ് അല്ലേ. രണ്ടാമത് മോഷൻ ഇൻ എ പ്ലെയിൻ ആൻഡ് പ്രൊജക്റ്റൈൽ മോഷന് അടുത്ത ടോപ്പിക്ക്. പിന്നെ റിലേറ്റീവ് വെലോസിറ്റി, യൂണിഫോം സർക്കുലർ മോഷൻ. അപ്പോൾ ഈ ടോപ്പിക് വൈസ് ആയിട്ട് ഞാൻ എന്ത് ചെയ്യും, ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യും. ഇതിന് മുന്നോടിയായിട്ട് ഞാൻ ചെറുതായിട്ട് കുറച്ച് തിയറി കൂടി പറയും. അപ്പോൾ തിയറി മനസ്സിലാക്കിയിട്ട് ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ കുറച്ചും കൂടി എളുപ്പമായിട്ട് തോന്നും. നമുക്ക് തുടങ്ങാം അല്ലേ. ആദ്യമായിട്ട് ഞാൻ വെക്റ്റേഴ്സിൽ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം. നോക്കടാ, വെക്റ്റേഴ്സിൽ സപ്പോസ് ഞാൻ എ എന്നുള്ള വെക്ടറും ബി എന്നുള്ള വെക്ടറും എടുത്തു. അതിൽ നമ്മൾ എന്തൊക്കെ പഠിക്കുന്നുണ്ടാ, അഡിഷൻ പഠിക്കുന്നുണ്ട് അല്ലേ. വെക്ടർ എങ്ങനെ ആഡ് ചെയ്യാം, വെക്ടർ എങ്ങനെ സബ്സ്ട്രാക്ട് ചെയ്യാമെന്ന് പഠിക്കുന്നുണ്ട്. അതുപോലെ വെക്ടർ മൾട്ടിപ്ലിക്കേഷൻ പഠിക്കുന്നുണ്ട്. വെക്ടർ മൾട്ടിപ്ലിക്കേഷൻ എത്ര തരത്തിലുണ്ട്, സ്കലാർ മൾട്ടിപ്ലിക്കേഷൻ ഉണ്ട്, വെക്ടർ പ്രൊഡക്റ്റ് ഉണ്ട് അല്ലേ. സ്കലാർ പ്രൊഡക്റ്റും ഉണ്ട്, വെക്ടർ പ്രൊഡക്റ്റും ഉണ്ട്. നോക്കടാ, നമുക്ക് ആദ്യം അഡിഷൻ നോക്കാം. ഓക്കെ, അഡിഷൻ നമുക്ക് രണ്ട് എക്സാമ്പിൾ നോക്കാം. ഒരു വെക്ടർ ഇങ്ങനെ, ഓക്കെ, എ വെക്ടർ ഉണ്ട്, അതിൻ്റെ വാല്യൂ മാഗ്നിറ്റ്യൂഡ് 5 ആണെന്ന് വിചാരിക്കാം. അടുത്ത വെക്ടറോട് ഞാൻ ആഡ് ചെയ്യാൻ പോകണം. അടുത്ത വെക്ടർ നോക്കടാ, ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ് 3 ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ അഡിഷൻ ആഡ് ചെയ്താൽ എത്ര കിട്ടുക, ആഡ് ചെയ്താൽ നമുക്ക് കിട്ടും എത്രടാ, 8 എന്ന് കിട്ടും. കാരണം എന്താ, എടാ ഇത് രണ്ടും ഒരേ ലൈനിലല്ലേ. ശ്രദ്ധിക്കടാ, ഇത് രണ്ടും ഒരേ ലൈനിലല്ലേ, ഒരേ ഡയറക്ഷൻ അല്ലേ. അവർ തമ്മിൽ ആംഗിൾ എന്താണ്, 0 ആണ്. അതുകൊണ്ട് നമുക്ക് ജസ്റ്റ് എന്ത് ചെയ്യാം, ആഡ് ചെയ്യാം. എന്നാൽ ഞാൻ വേറെ എക്സാമ്പിൾ കാണിച്ചു തരാം. ശ്രദ്ധിക്കേ, വേറെ എക്സാമ്പിൾ നോക്കടാ. ഇത് 5 ന്യൂട്ടൺ പ്ലസ് 3 ന്യൂട്ടൺ. ഇത് എത്ര ആയിരിക്കും? ഇത് നമുക്ക് കിട്ടിയ ആൻസർ എന്തായിരിക്കും, റൈറ്റ് സൈഡിലോട്ട് 2 ന്യൂട്ടൺ. ഇതിന് കാരണം എന്താ നോക്കടാ, രണ്ടും ഒരേ ലൈനിലാണ് അല്ലേ. അവർ തമ്മിലുള്ള ആംഗിൾ 0 ആണ്. സോ നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് ആഡ് ചെയ്യാം. പക്ഷേ ഈ 3 ന്യൂട്ടൺ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആയതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, കൂടുതലുള്ള 5-ൽ നിന്ന് 3 മൈനസ് ചെയ്ത്, ഓക്കെ, 5-ൽ നിന്ന് 3 മൈനസ് ചെയ്ത് എത്ര കിട്ടും, 2 കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് മനസ്സിലായി, ഒരേ ആംഗിൾ 0 ആണെങ്കിൽ, അവർ തമ്മിലുള്ള ആംഗിൾ 0 ആണെങ്കിൽ ജസ്റ്റ് ആഡ് ചെയ്താൽ മതി. പക്ഷേ ശ്രദ്ധിക്കടാ, ഒരു വെക്ടർ ഇങ്ങനെയും ഒരു വെക്ടർ ഇങ്ങനെയാണ് എന്ത് ചെയ്യും. ഇപ്പോൾ നമ്മളൊരു ആംഗിൾ ഉണ്ടല്ലോ, ഈ സമയത്താണ് നമ്മൾ എന്ത് ചെയ്യുകടാ, ട്രയാങ്കിളിലോ അല്ലെങ്കിൽ പാരലലോഗ്രാം ലോ ഓഫ് വെക്ടർ അഡിഷൻ യൂസ് ചെയ്യുക. അപ്പോൾ രണ്ട് വെക്ടർ തമ്മിൽ ഒരു ആംഗിളിൽ വന്നു കഴിഞ്ഞാൽ അവ ആഡ് ചെയ്യണമെങ്കിൽ നമ്മൾ 2 ലോ ഉപയോഗിക്കാം. അതിലേതെങ്കിലും ഒന്ന് ഉപയോഗിക്കാം, ട്രയാങ്കിൾ ലോ അല്ലെങ്കിൽ പാരലലോഗ്രാം ലോ നമുക്ക് യൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഐഡിയ മനസ്സിലായല്ലോ. ഇനി ശ്രദ്ധിക്കണം, 2 വെക്ടർ ആഡ് ചെയ്യുമ്പോൾ സപ്പോസ് വെക്ടർ എ പ്ലസ് വെക്ടർ ബി എനിക്ക് റിസൾട്ടൻ്റായിട്ട് 6 കിട്ടിയെന്ന് വിചാരിക്കുക. അവിടെ ഈ 6ൻ്റെ മാഗ്നിറ്റ്യൂഡ് എങ്ങനെ കാണുക, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നോക്കണം, ശ്രദ്ധിക്കുക, റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് 2ab കോസ് തീറ്റ. ഇത് ചെയ്ത് കഴിഞ്ഞാൽ 6ൻ്റെ വാല്യൂ കിട്ടും. നോക്കടാ, എ എന്നുള്ളത് ഇങ്ങനെയാണെന്ന് വിചാരിച്ചോ, ബി എന്നുള്ള വെക്ടർ ഇങ്ങനെയാണ്. ഇവ തമ്മിൽ ആംഗിൾ തീറ്റയാണെങ്കിൽ ഇവ തമ്മിൽ ആഡ് ചെയ്താൽ കിട്ടുന്ന റിസൾട്ടൻറ്റിൻ്റെ മാഗ്നിറ്റ്യൂഡ് കാണാനുള്ള ഇക്വേഷനാണെന്ത്, ഇത്. മനസ്സിലായോ? കേട്ടില്ലേ? അപ്പം അഡിഷൻ നമ്മൾ കവർ ചെയ്തു. അഡിഷനിൽ എന്താണ് ശ്രദ്ധിക്കേണ്ടത്, അവ സെയിം ഡയറക്ഷനിലാണെങ്കിൽ ജസ്റ്റ് ആഡ് ചെയ്താൽ മതി. ഒരു ആംഗിൾ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം, ട്രയാങ്കിൾ ലോയോ പാരലലോഗ്രാം ലോയോ യൂസ് ചെയ്യണം. അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് കാണാൻ ഈ ഇക്വേഷൻ യൂസ് ചെയ്താൽ മതി. ഇനി നമ്മൾ അടുത്തതായിട്ട് പ്രൊഡക്റ്റിലേക്കാണ് പോകുന്നത്. നോക്കടാ, പ്രൊഡക്റ്റ് ശ്രദ്ധിക്കണേ, 2 തരത്തിലാണ് വെക്ടർ പ്രൊഡക്റ്റ് എടുക്കുക. ഒന്ന് സ്കേലാർ പ്രൊഡക്റ്റും ഒന്ന് വെക്ടർ പ്രൊഡക്റ്റും. ശരിയല്ലേ? സ്കേലാർ പ്രൊഡക്റ്റാണ് ഞാൻ ആദ്യം പറയാൻ പോകുന്നത്. സ്കേലാർ പ്രൊഡക്റ്റ്, ഞാൻ 2 വെക്ടേഴ്സ് ഡോട്ട് പ്രൊഡക്റ്റാണ് സ്കലാർ പ്രൊഡക്റ്റ് എന്ന് പറയാം. ഓക്കെ, ഡോട്ട് പ്രൊഡക്റ്റ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് നമുക്ക് കിട്ടുക, എ ഡോട്ട് ബി ഈക്വൽ ടു എന്താണ്, എ ബി കോസ് തീറ്റ. ശ്രദ്ധിക്കേ, എ ബി കോസ് തീറ്റ എന്നുള്ളത് ഒരു സ്കലാറാണ്, ഒരു നമ്പറാണ്. അതുകൊണ്ടാണ് ഇതിനെ എന്ത് പറയുന്നത്, സ്കലാർ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. ഞാനിവിടെ ഒരു എക്സാമ്പിൾ, ഒരു നോട്ടായിട്ട് പറഞ്ഞു തരാം. ശ്രദ്ധിക്കേ, എൻ്റെ കയ്യിലുള്ള വെക്ടർ എയും
വെക്ടർ ബിയും തമ്മിൽ 90 ഡിഗ്രി ആണ് ആംഗിൾ എങ്കിൽ, തീറ്റ ഈക്വൽ ടു 90 ഡിഗ്രി ആണെങ്കിൽ, തീറ്റ ഈക്വൽ ടു 90 ഡിഗ്രി ആണെങ്കിൽ ശ്രദ്ധിക്കുക, എ ഡോട്ട് ബി ഈക്വൽ ടു എന്തായിരിക്കും? എ ബി കോസ് 90. കോസ് 90 എന്താണ്? 0 ആണ്. സോ എ ഡോട്ട് ബി ഈക്വൽ ടു എന്ത് കിട്ടും? എ ഡോട്ട് ബി ഈക്വൽ ടു 0 കിട്ടും. അപ്പോൾ ഈ കണ്ടീഷൻ ഓർത്ത് വെക്കുക. രണ്ട് വെക്ടേഴ്സ് ഓർത്തോഗണൽ ആണെങ്കിൽ എന്തായിരിക്കും? എ ഡോട്ട് ബി 0 ആയിരിക്കും. ആ രണ്ട് വെക്ടേഴ്സിൻ്റെ ഡോട്ട് പ്രൊഡക്റ്റ് 0 ആയിരിക്കും. അത് ഓർത്ത് വെക്കുക. അത് ക്വസ്റ്റ്യനിൽ ചോദിക്കുന്നുണ്ട്. അത് മനസ്സിലായല്ലോ? എ ഡോട്ട് ബി ഈക്വൽ ടു 0 ആയിരിക്കും. എപ്പോൾ? തീറ്റ ഈക്വൽ ടു 90 ആകുമ്പോൾ. റെഡി അല്ലേ? ഇന്ന് അടുത്ത പ്രൊഡക്റ്റിലേക്ക് പോവാം. ഏതാണത്? വെക്ടർ പ്രൊഡക്റ്റ് നോക്കാം അല്ലേ? വെക്ടർ എ ക്രോസ് വെക്ടർ ബി ഈക്വൽ ടു എന്താണ്? എ ബി സൈൻ തീറ്റ. തീറ്റ എന്താണ്? എയും ബിയും തമ്മിലുള്ള ആംഗിളാണ്. ഇത് മാഗ്നിറ്റ്യൂഡാണ് തരിക. ഓക്കെ, യഥാർത്ഥത്തിൽ എ ക്രോസ് ബി എങ്ങനെ ചെയ്യുക നിങ്ങൾക്കറിയാം. ഇങ്ങനെ ഡിറ്റർമിനൻ്റ് എടുത്തു കഴിഞ്ഞാൽ എന്ത് കിട്ടും? എ ക്രോസ് ബി ചെയ്യുന്ന കിട്ടുന്ന റിസൾട്ടൻ വെക്ടർ കിട്ടും. ഓക്കെ, ഇത് ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾക്ക് അറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ട് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ഇവിടെ ഞാൻ പറയുന്ന ഒരു കാര്യം ശ്രദ്ധിച്ച് കേൾക്കണേ. ഒരു പ്ലെയിൻ ഉണ്ട്. ഇതൊരു പ്ലെയിൻ ആണെന്ന് വിചാരിക്കും. ഓക്കെ, ഇതൊരു പ്ലെയിൻ ആണ്. എ എന്നുള്ള വെക്ടർ ഇങ്ങോട്ടേക്കുണ്ട്, ബി എന്നുള്ള വെക്ടർ ഇങ്ങോട്ടേക്കുണ്ട്. എ ഉണ്ട്, ബി ഉണ്ട്, രണ്ടും ഒരേ പ്ലെയിനിലാണ്. അങ്ങനെയാണെങ്കിൽ എ ക്രോസ് ബി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന വെക്ടർ ഇങ്ങനെ ആയിരിക്കും. അത് നിങ്ങൾക്ക് അറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതിൻ്റെ ഡയറക്ഷൻ കാണാൻ എ ക്രോസ് ബി എങ്ങനെയായിരിക്കും? ഇങ്ങനെ ആയിരിക്കും. എന്ന് വെച്ചാൽ എക്കും ബിക്കും പെർപെൻഡിക്കുലർ ആയിട്ടും ആരുണ്ടാവുക? എ ക്രോസ് ബി ഉണ്ടാവുക. അപ്പോൾ സിമ്പിളായിട്ടൊരു ക്വസ്റ്റ്യൻ ഞാൻ പറയാം. നിങ്ങളോട് എ തന്നു, ബി തന്നു, എന്നിട്ടൊരു ചോദ്യം, ഈ എക്കും ബിക്കും പെർപെൻഡിക്കുലർ ആയിട്ടുള്ളൊരു വെക്ടർ നിങ്ങളെ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? എ ക്രോസ് ബി ചെയ്താൽ മതി. എ ക്രോസ് ബി ചെയ്താൽ എന്ത് കിട്ടും? എക്കും ബിക്കും പെർപെൻഡിക്കുലർ ആയിട്ടുള്ളൊരു വെക്ടർ കണ്ടുപിടിക്കാം. റെഡി അല്ലേ? ഓക്കെ, അപ്പോൾ എ ക്രോസ് ബി ഈക്വൽ ടു എന്താണ്? എ ബി സൈൻ തീറ്റ. ഇതാണെന്ത്? മാഗ്നിറ്റ്യൂഡ്. ഓക്കെ, ഇനി ശ്രദ്ധിക്കാം. പിന്നെ നിങ്ങൾക്ക് അറിയാവുന്നൊരു കാര്യം ഞാൻ പറഞ്ഞുതരാം, ശ്രദ്ധിച്ചോ. എ ഈക്വൽ ടു A1 IK പ്ലസ് A2 JK പ്ലസ് A3 KK ആണെങ്കിൽ എയുടെ മാഗ്നിറ്റ്യൂഡ് എങ്ങനെയാണ് കാണുക? എയുടെ മാഗ്നിറ്റ്യൂഡ് കാണാൻ എന്ത് ചെയ്താൽ മതി? √A1 സ്ക്വയർ പ്ലസ് A2 സ്ക്വയർ പ്ലസ് A3 സ്ക്വയർ ചെയ്താൽ മതി. ഇത് നിങ്ങൾക്ക് അറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഇത്രയും കുറച്ച് തിയറി പാർട്ടേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. നമുക്ക് എന്ത് ചെയ്യാം? ഇത് വെച്ചിട്ട് നീറ്റ് എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻസ് ഒന്ന് സോൾവ് ചെയ്ത് നോക്കാം. ശ്രദ്ധിക്കും. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഇഫ് എ വെക്ടർ എ എന്നുള്ള വെക്ടറിൻ്റെ എക്സ് വൈ വാല്യൂസോടെ കൊടുത്തിട്ടുണ്ട്, അതുപോലെ ബി എന്നുള്ള വെക്ടറും കൂടെ കൊടുത്തിട്ടുണ്ട്. ആർ ഫങ്ഷൻസ് ഓഫ് ടൈം, ദെൻ ദ വാല്യൂ ഓഫ് ടി അറ്റ് വിച്ച് ദേ ആർ ഓർത്തോഗണൽ ടു ഈച്ച് അതർ. അതായത് ഓർത്തോഗണൽ ടു ഈച്ച് അതർ എന്ന് ഇവിടെ പറഞ്ഞു അല്ലേ? അതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം? എ ഡോട്ട് ബി ഈക്വൽ ടു 0 ആണെന്ന് മനസ്സിലായി. സോ ജസ്റ്റ് എന്ത് ചെയ്യുക? എ ഡോട്ട് ബി എടുക്കുക. ഓക്കെ, നമ്മളോട് ടി ആണ് ചോദിച്ചത്. അപ്പം ഇവ ഓർത്തോഗണൽ ആകുമ്പോഴുള്ള ടൈമാണ് ചോദിച്ചത്. എ ഡോട്ട് ബി ചെയ്യാം അല്ലേ? എ ഡോട്ട് ബി ചെയ്യാം. ശ്രദ്ധിക്കുക, എ എന്താണ്? കോസ് ഒമ ടി ഐ കെ പ്ലസ് സൈൻ ഒമ ടി ജെ കെ ഡോട്ട്. ബി എന്താണ്? കോസ് ഒമ ടി ബൈ 2 ഐ ക്യാപ് പ്ലസ് സൈൻ ഒമ ടി ബൈ 2 ജെ ക്യാപ്. ഇതിൻ്റെ ഡോട്ട് പ്രോഡക്റ്റ് എടുക്കാൻ നിങ്ങൾക്ക് അറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ശ്രദ്ധിക്കണം, നമ്മൾ എന്ത് ചെയ്യണം? ഐ ക്യാപ് എക്സ് ഡയറക്ഷനിലുള്ളതിനെ ആദ്യം ഇൻറ്റു ചെയ്യണം, പ്ലസ് വൈ ഡയറക്ഷനിലുള്ളതിനെ. ഇതിൻ്റെ ഡോട്ട് പ്രോഡക്റ്റ് എടുക്കാൻ നമുക്ക് എടുക്കാം. ഓക്കെ, ശ്രദ്ധിക്കുക, കോസ് ഒമേഗ ടി ഇൻറ്റു കോസ് ഒമേഗ ടി ബൈ 2 പ്ലസ് സൈൻ ഒമേഗ ടി ഇൻറ്റു സൈൻ ഒമേഗ ടി ബൈ 2. ഇങ്ങനെ കിട്ടിയില്ലേ? ഇതെന്താണ്? എ ഡോട്ട് ബി ആണ് അല്ലേ? വെക്ടർ എ ഡോട്ട് ബി ആണിത്. ശ്രദ്ധിക്കുക, ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും തോന്നുന്നുണ്ടോ? ഇതൊരു ടിഗ്നോമെട്രിക് ഐഡൻറ്റിറ്റി അല്ലേ? സ്റ്റാൻഡേർഡ് നോക്ക്, കോസ് എ കോസ് ബി പ്ലസ് സൈൻ എ സൈൻ ബി അല്ലേ? കോസ് എ കോസ് ബി പ്ലസ് സൈൻ എ സൈൻ ബി. ഇതെന്താണ്? നിങ്ങൾ മാത്സിൽ പഠിച്ചതാ. എന്താണ്? കോസ് എ മൈനസ് ബി ആണ് എന്ത്? കോസ് എ കോസ് ബി പ്ലസ് സൈൻ എ സൈൻ ബി. പഠിച്ചിട്ടില്ലേ? അപ്പോൾ ഇങ്ങനത്തെ കുറച്ച് എന്തും പഠിച്ചു വെക്കണം. ട്രിഗ്നോമെട്രിക് ഐഡൻറ്റിറ്റീസ് കുറച്ച് പഠിച്ചു വെക്കണം. ഓക്കെ, അപ്പോൾ ഇവിടെ നിന്ന് എന്ത് മനസ്സിലായി? ഇത് കോസ് എ കോസ് ബി പ്ലസ് സൈൻ എ സൈൻ ബി ആണെന്ന് മനസ്സിലായി. അപ്പോൾ ഇതിൽ എ എന്താണ്? എ ഒമേഗ ടി ആക്കി എടുക്കുക. ബി എന്താണ്? ഒമേഗ ടി ബൈ 2 ആക്കി എടുക്കുക. അപ്പം ഇതിൻ്റെ ഉത്തരം നമുക്ക് എന്ത് കിട്ടൂടാ? കോസ് ഓഫ് എ മൈനസ് ബി, അതായത് ഒമേഗ ടി മൈനസ് ഒമേഗ ടി ബൈ 2. ഇതെന്താണ്? കോസ്
ഒമേഗ ടി ബൈ 2. ഇത് 0 ആണെന്ന് അവർ പറയുന്നത് അല്ലേ. എ ഡോട്ട് ബി 0 ആണ്. അപ്പോൾ ഇതെന്താണ്, ഈ കിട്ടുന്ന വാല്യൂ 0 ആണെന്നാണ് പറയുന്നത്. എടാ കോസ് എപ്പോഴാണ് 0 ആവുക? കോസ് എപ്പോഴാണ് 0 ആവുക? 90 ഡിഗ്രിയിൽ 0 ആവും. അതുപോലെ 270 ഡിഗ്രിയിലും 0 ആവും. ഇവിടെ കോസ് 90യിൽ 0 ആവുന്നല്ലോ പറയുന്നത്. നോക്കടാ, നമുക്ക് 90 എടുക്കാം. പൈ ബൈ 2 കോസ് പൈ ബൈ 2 ഈക്വൽ ടു 0 ആണ്. അതായത് ശ്രദ്ധിക്കേ, ഈ ഒമേഗ ടി ബൈ 2 എന്ന് പറഞ്ഞാൽ അപ്പോൾ എന്തായി? പൈ ബൈ 2 ആയി. അങ്ങനെയാണെങ്കിൽ ഈ 2 ക്യാൻസൽ ആക്കി കഴിഞ്ഞാൽ നമുക്ക് ടി ഈക്വൽ ടു എന്ത് കിട്ടും? പൈ ബൈ ഒമേഗ എന്ന് കിട്ടും. ശരിയല്ലേ? പൈ ബൈ ഒമേഗ. അതായത് ടിയുടെ വാല്യൂ പൈ ബൈ ഒമേഗയാകുമ്പോൾ എയും ബിയും എന്താകും? ഓർത്തോഗണൽ ആയിരിക്കും. ഓപ്ഷൻ സി ആണെന്ത് കറക്റ്റ് ആൻസർ. ഡൗട്ടൊന്നുമില്ലല്ലോ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ, വെക്ടർ എ ആൻഡ് ബി ആണുള്ളത്. അതിൻ്റെ ഒരു ഇക്വേഷൻ അവിടെ കൊടുത്തിട്ടുണ്ട്. എന്താണ്? മോഡുലസ് ഓഫ് എ ക്രോസ് ബി ഈക്വൽ ടു √3 ഇൻറ്റു എ ഡോട്ട് ബി. നോക്കടാ, മോഡുലസ് ഓഫ് എ ക്രോസ് ബി ഈക്വൽ ടു √3 ഓഫ് എ ഡോട്ട് ബി. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ശ്രദ്ധിക്കണേ. ക്വസ്റ്റ്യനിൽ ചിലപ്പോൾ നിങ്ങൾക്ക് മുകളിൽ ഏരോ മാർക്ക് ഇട്ട് തരണമെന്നില്ല. അവർ കുറച്ച് കട്ടിയിൽ എഴുതി കഴിഞ്ഞാൽ അതിനർത്ഥം എന്താണ്? അത് വെക്ടർ ആണെന്നാണ്. മാഗ്നിറ്റ്യൂഡ് അവർ എന്ത് ചെയ്യില്ല. മാഗ്നിറ്റ്യൂഡ് ആണെങ്കിൽ അവരെങ്ങനെ തരും? ഇങ്ങനെ തരും. ഓക്കെ, അത് ഓർത്ത് വെക്കുക. ഇത് ചെയ്യാം. ഇതാണ് അവർ തന്ന ഇക്വേഷൻ. അവരെന്താ പറഞ്ഞത്? തീറ്റ കാണാനാണ്, ഇവ തമ്മിലുള്ള ആംഗിൾ കാണാനാണ്. എ ക്രോസ് ബിയുടെ ഇക്വേഷൻ അറിയാം. എ ക്രോസ് ബിയുടെ മോഡുലസ് ഇക്വേഷൻ എന്താണ്? എ ക്രോസ് ബിയുടെ മാഗ്നിറ്റ്യൂഡ് ഇക്വേഷൻ എന്തായിരുന്നു? ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. മോഡുലസ് ഓഫ് എ ക്രോസ് ബി ഈക്വൽ ടു എന്താണ്? എ ബി സൈൻ തീറ്റയാണ് അല്ലേ. മോഡുലസ് ഓഫ് എ ക്രോസ് ബി എന്താണ്? എ ബി സൈൻ തീറ്റയാണ്. അപ്പം അത് ഇവിടെ ഇട്ട് കൊടുക്കാം. എന്താണ്? എ ബി സൈൻ തീറ്റ ഈക്വൽ ടു √3 ഇൻറ്റു എ ഡോട്ട് ബി എന്താണ്? എ ഡോട്ട് ബി ഈക്വൽ ടു എ ബി കോസ് തീറ്റ. രണ്ട് സൈഡിലും എ ഉണ്ട്, എ ക്യാൻസൽ, ബി ഉണ്ട്, ബി ക്യാൻസൽ. ബാക്കി എന്ത് കിട്ടി? സൈൻ തീറ്റ ഈക്വൽ ടു √3 കോസ് തീറ്റ കിട്ടി. എടാ, കോസ് തീറ്റ ഇങ്ങോട്ട് കൊണ്ടുപോവാ. സൈൻ തീറ്റ ഡിവൈഡഡ് ബൈ കോസ് തീറ്റ ഈക്വൽ ടു √3 എന്ന് വെച്ചാൽ എന്താണ്? ടാൻ തീറ്റ ഈക്വൽ ടു √3. ടാൻ തീറ്റ പ്ലസ് √3 ആവുക. തീറ്റ ഈക്വൽ ടു 60 ഡിഗ്രിയിലാണ്. ഇതോടെ ടാൻ തീറ്റ പ്ലസ് √3 ആവുക. തീറ്റ ഈക്വൽ ടു 60 ഡിഗ്രിയാണ്. അപ്പോൾ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. സിമിലർ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ്. 2004 ചോദിച്ചതാണ്. എ ക്രോസ് ബി, മോഡുലസ് ഓഫ് എ ക്രോസ് ബി ഈക്വൽ ടു √3 എ ബി. ദെൻ ദ വാല്യൂ ഓഫ് മോഡുലസ് ഓഫ് എ പ്ലസ് ബി. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് എന്താണ്? മോഡുലസ് ഓഫ് എ ക്രോസ് ബി എന്താണ്? എ ബി സൈൻ തീറ്റ അല്ലേ. നമുക്കറിയാം. ഇവരെന്താ പറഞ്ഞത്? മോഡുലസ് ഓഫ് എ ക്രോസ് ബി ഈക്വൽ ടു √3 എ ബി. നമ്മൾ നേരത്തെ ചെയ്ത അതേ മെത്തേഡ് അല്ലേ. എ ബി സൈൻ തീറ്റ ഈക്വൽ ടു √3 എ ബി കോസ് തീറ്റ. അയ്യോ, എ ക്യാൻസലാക്ക്, എ ക്യാൻസൽ, ബി ക്യാൻസൽ. എന്ത് കിട്ടി? നേരത്തെ ചെയ്ത അതേ മെത്തേഡ്. ടാൻ തീറ്റ ഈക്വൽ ടു √3, തീറ്റ ഈക്വൽ ടു എന്തായി? 60 ഡിഗ്രി നമുക്ക് കിട്ടി. ശരിയല്ലേ? ഇവർ ചോദിച്ചത് എന്താണ്? മോഡുലസ് ഓഫ് എ പ്ലസ് ബി കാണാനാണ്. എ പ്ലസ് ബിയുടെ മോഡുലസ് നമ്മൾ നേരത്തെ പഠിച്ചു. റിസൾട്ടന്റ് ഈക്വൽ ടു √(a² + b² + 2ab കോസ് തീറ്റ. ഈ തീറ്റ വാല്യൂ കിട്ടാനാണ്. ഈ തീറ്റയുടെ വാല്യൂ എന്താണ്? 60 ആണ്. സോ ആർ ഈക്വൽ ടു √(a² + b² + 2ab കോസ് 60. കോസ് 60 എത്രയാണ്? 1/2 ആണ് അല്ലേ. കോസ് 60 എത്രയാണ്? 1/2 ആണ്. സോ a² + b² + 2ab 1/2. 2 ക്യാൻസൽ. എന്ത് കിട്ടി? a ഈക്വൽ ടു √(a² + b² + ab എന്ന് കിട്ടി. ഓപ്ഷൻ ഉണ്ടോ? ഓപ്ഷൻ ഉണ്ട് അല്ലേ. അതിലെങ്ങനെയാണ് അവർ കൊടുത്തത്? ആർ ഈക്വൽ ടു റൂട്ടിന് വരാം. a² + b² + ab all raised to 1/2 എന്നാണ് കൊടുത്തത്. അപ്പം ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. ഓപ്ഷൻ എ ആണ് എന്ത്? കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ പോവാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. മാഗ്നിറ്റ്യൂഡ് ഓഫ് വെക്ടേഴ്സ് എ ആൻഡ് ബി സി ആർ 3, 4, 5 റെസ്പെക്റ്റീവ്ലി. ഇഫ് എ പ്ലസ് ബി ഈക്വൽ ടു സി, ദ ആംഗിൾ ബിറ്റ്വീൻ എ ആൻഡ് ബി ഈസ്. നോക്കാം. ഇവിടെ എന്താ തന്നത്? ഇവിടെ പറഞ്ഞു മാഗ്നിറ്റ്യൂഡ് ഓഫ് എ എത്രയാണ്? 3 ആണ്. മാഗ്നിറ്റ്യൂഡ് ഓഫ് ബി ഈക്വൽ ടു എത്രയാണ്? 4 ആണ്. മാഗ്നിറ്റ്യൂഡ് ഓഫ് സി ഈക്വൽ ടു എന്താണ്? 5 ആണ്. ഇതൊരു തന്നിട്ടുണ്ട്. എന്താണ് ഇവിടെ ചോദ്യം? ഇഫ് എ പ്ലസ് ബി ഈക്വൽ ടു സി ആണെങ്കിൽ ആംഗിൾ ബിറ്റ്വീൻ എ ആൻഡ് ബി അല്ലേ. ആംഗിൾ ബിറ്റ്വീൻ എ ആൻഡ് ബി കാണണം. സോ നമുക്ക് ക്വസ്റ്റിൽ തന്ന രീതിയിൽ പോകാം.
എ പ്ലസ് ബി ഈക്വൽ ടു സി. അതായത് എയും ബിയും ആഡ് ചെയ്താൽ സി കിട്ടും. സോ എ പ്ലസ് ബിയുടെ വാല്യൂ തന്നെ ആയിരിക്കും സീനുണ്ടാവുക. എ പ്ലസ് ബി എങ്ങനെയാണ് കാണുക? നമുക്കറിയാം എ പ്ലസ് ബി കാണാൻ എന്താ ചെയ്യേണ്ടത്? റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് 2ab കോസ് തീറ്റ. ഇതെന്തിനോട് ഈക്വലാണ്? മാഗ്നിറ്റ്യൂഡ് ഓഫ് സിയുടെ ഈക്വൽ ആയിരിക്കില്ലേ? അപ്പോൾ എയുടെ മാഗ്നിറ്റ്യൂഡ് എത്ര? 3 സ്ക്വയർ പ്ലസ് ബിയുടെ മാഗ്നിറ്റ്യൂഡ് 4 സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു 3 ഇൻറ്റു 4 ഇൻറ്റു കോസ് തീറ്റ ഈക്വൽ ടു എത്രയാണ്? സിയുടെ മാഗ്നിറ്റ്യൂഡ് 5. ഓക്കെ, തീറ്റയുടെ വാല്യൂ നമുക്ക് അറിയില്ല കേട്ടോ, അത് കണ്ടുപിടിക്കണം. 9 പ്ലസ് 16 പ്ലസ് 24 കോസ് തീറ്റ ഈക്വൽ ടു 5. 25 റൂട്ട് ഓഫ് ഈ റൂട്ടിനെ ഞാൻ ഇങ്ങോട്ടേക്ക് കൊണ്ടുപോകാം കേട്ടോ. സോ 25 പ്ലസ് 24 കോസ് തീറ്റ ഈക്വൽ ടു 25 എന്ന് കിട്ടി. ഈ 25 നമ്മൾ എന്ത് ചെയ്യണം? ഇങ്ങോട്ടേക്ക് കൊണ്ടുപോകണം. സോ പ്ലസ് ഉള്ള അങ്ങോട്ട് പോകുമ്പോൾ മൈനസ് ആകും അല്ലേ? അപ്പോൾ 24 കോസ് തീറ്റ ഈക്വൽ ടു 0 എന്ന് കിട്ടി. 24 കോസ് തീറ്റ ഈക്വൽ ടു 0 എന്ന് കിട്ടി. അതായത് കോസ് തീറ്റ ഈക്വൽ ടു 0 എന്ന് കിട്ടി. തീറ്റ അപ്പോൾ എന്തായിരിക്കും? 5/2 ആയിരിക്കും. തീറ്റ ഈക്വൽ ടു എന്തായിരിക്കും? 5/2 ആയിരിക്കും. സോ ഓപ്ഷൻ എ ആണെന്ത് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ പോവാം. ഇതെങ്ങനെ മനസ്സിലായില്ലേ? എ പ്ലസ് ബി ഈക്വൽ ടു സി എന്നവർ തന്നിട്ടുണ്ട്. നമ്മൾ അതേ മെത്തേഡിൽ ചെയ്ത് പോയപ്പം നമുക്ക് എന്ത് കിട്ടി? തീറ്റയുടെ വാല്യൂ കിട്ടി. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ എന്ത് വെക്റ്റേഴ്സ് എന്നുള്ള ക്വസ്റ്റ്യൻസ് ഞാൻ സെലക്ട് ചെയ്തത്. കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ട്, അപ്പം ഏകദേശം സിമിലർ ക്വസ്റ്റ്യൻസ് ആണ്. എ ക്രോസ് ബി, എ ഡോട്ട് ബി, എ പ്ലസ് ബി, പിന്നെ കുറച്ച് കോൺസെപ്റ്റ് വൈസ് ക്വസ്റ്റ്യൻസ് ആണ് കണ്ടിട്ടുള്ളത്. നമുക്കിനി അടുത്ത ടോപ്പിക്കായിട്ടുള്ള മോഷൻ ഇൻ എ പ്ലെയിനിലേക്ക് കിടക്കാം. മോഷൻ ഇൻ എ പ്ലെയിൻ, ഇതിൽ കാര്യമായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ മോഷൻ ഇൻ എ സ്ട്രെയിറ്റ് ലൈനിൽ പഠിച്ച 3 ഇക്വേഷൻസ് ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. വി ഈക്വൽ ടു യു പ്ലസ് എ ടി, വി സ്ക്വയർ ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് 2as, എസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് മോഷൻ ഇൻ എ പ്ലെയിൻ ആയതുകൊണ്ട് വെലോസിറ്റിയുടെ കാര്യം പറയുമ്പോൾ നമ്മൾ എന്ത് പറയണം? വെലോസിറ്റി ഇൻ എക്സ് ഡയറക്ഷൻ ആൻഡ് വെലോസിറ്റി ഇൻ വൈ ഡയറക്ഷൻ അങ്ങനെ പറയണം. കാരണം എന്താ? മോഷൻ ഇൻ എ പ്ലെയിൻ ആണ്. സോ 2 ആക്സിസ് ഉണ്ടാകും, എക്സ് വൈ അല്ലെങ്കിൽ എക്സ് സെഡ് അല്ലെങ്കിൽ വൈ സെഡ്. സോ 2 ഡയറക്ഷനിൽ വെലോസിറ്റി ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. ആക്സലറേഷൻ പറയുമ്പോഴും 2 ഡയറക്ഷനുള്ള ആക്സലറേഷൻ കണ്ടുപിടിക്കണം. എന്നിട്ട് ഓരോന്നും സോൾവ് ചെയ്യണം. അതാണ് ഈ ചാപ്റ്ററിലും നമ്മുടെ പ്രീവിയസ് ചാപ്റ്ററും തമ്മിലുള്ള വ്യത്യാസം. ഓക്കെ, ഇനി നമുക്ക് ഇത് മനസ്സിലായല്ലോ. ഇതിൽ മെയിനായിട്ടുള്ള മറ്റൊരു സാധനമാണെന്ത്? എടാ പ്രൊജക്റ്റൈൽ മോഷൻ അല്ലേ? പ്രൊജക്റ്റൈൽ മോഷൻ. ഞാൻ നോക്കടാ, ഇതിൻ്റെ ഒരു ഫ്രണ്ടാണ്. ഇവൻ എന്ത് ചെയ്ത് ഒരു കല്ല് ഒരു ആംഗിളിൽ എറിഞ്ഞു. ഒരു ആംഗിൾ എറിഞ്ഞു കഴിഞ്ഞാൽ ശ്രദ്ധിക്കണം, ഒരു ആംഗിൾ എറിഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ പോയിട്ട് അല്ലേ, ഇങ്ങനെ പോയിട്ട് വീഴും. ഒരു ആംഗിൾ എറിഞ്ഞു കഴിഞ്ഞാൽ പാരബോള ഷേപ്പിലായിരിക്കും അതിൻ്റെ മൂവ്മെൻറ്റ്. കാരണം എന്താ? ഗ്രാവിറ്റേഷൻ അതിനെ താഴേക്ക് പുൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ നോക്കണം, ശ്രദ്ധിച്ചോട്ടോ. ഇവിടെ ആകുമ്പോൾ ആ കല്ലിൻ്റെ വെലോസിറ്റി എങ്ങനെയായിരിക്കും? ഈ ഡയറക്ഷൻ, വെലോസിറ്റി ഈ ഡയറക്ഷനിലാണ്. എന്നിട്ടൊന്ന് കുറച്ചും കൂടി ഒന്ന് വലുതാക്കി വരയ്ക്കാം. ഇങ്ങനെ പരാബോള ഇതാ ഇങ്ങനെയാണ് വെലോസിറ്റി യു, ഇനീഷ്യൽ വെലോസിറ്റി ഇങ്ങനെയാണ്. ഇവിടെയുള്ള ആംഗിൾ തീറ്റ ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഞാൻ പറഞ്ഞു നമ്മളിവിടെ മോഷൻ ഇൻ എ പ്ലെയിൻ ആണ്. സോ എക്സ് ഡയറക്ഷൻ വൈ ഡയറക്ഷനിലുള്ള വെലോസിറ്റി കണ്ടുപിടിക്കണം. അത് നമ്മൾ എന്ത് പഠിച്ചിട്ടുണ്ട്? നിങ്ങൾ റെസൊല്യൂഷൻ ഓഫ് എ വെക്ടർ പഠിച്ചിട്ടുണ്ടാവില്ലേ? ഒരു വെക്ടർ ഇങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ എ എന്നുള്ളതാണെങ്കിൽ ശ്രദ്ധിച്ചോ, അതിന് റെസൊല്യൂഷൻ എടുക്കുക എങ്ങനെയാണ്? ഇത് തീറ്റ ആണെങ്കിൽ ഇതെന്തായിരിക്കും? എ കോസ് തീറ്റ. ഇതെന്തായിരിക്കും? എ സൈൻ തീറ്റ. ഇതെല്ലാവർക്കും അറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇവിടെ എങ്ങനെ വരും? ഇതെന്തായിരിക്കും? യു കോസ് തീറ്റ ഇൻ എക്സ് ഡയറക്ഷൻ, യു സൈൻ തീറ്റ എന്തായിരിക്കും? വൈ ഡയറക്ഷനിൽ ഉണ്ടാകും. ഇനി നോക്കടാ, ഇത് ഓരോ പോയിന്റിലെത്തുമ്പോൾ, ഈ കല്ല് ഓരോ പോയിന്റിലെത്തുമ്പോൾ ഇതിന് എക്സ് ഡയറക്ഷനിൽ യു കോസ് തീറ്റ ഉണ്ടാകും, വൈ ഡയറക്ഷനിലോ യു സൈൻ തീറ്റ ഉണ്ടാകും അല്ലേ? യു സൈൻ തീറ്റ. പക്ഷേ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണ്? ഇവിടെ എക്സ് ഡയറക്ഷനിൽ ഒരു ആക്സലറേഷൻ ഇല്ല. കാരണം എന്താ? അവിടെ എയർ ഇല്ല എന്നാണ് നമ്മൾ വിചാരിക്കുക. പക്ഷെ വൈ ഡയറക്ഷനിൽ എന്തുണ്ട്? വൈ ഡയറക്ഷനിൽ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഉണ്ട്. സോ മുകളിലോട്ട് പോകും തോറും വൈ ആക്സിസിലുള്ള വെലോസിറ്റി കുറഞ്ഞു വരും. എന്നിട്ട് ഈ ടോപ്പ് മോസ്റ്റ് പോയിന്റിൽ എത്തുമ്പോൾ യു വൈ ഈക്വൽ ടു 0 ആയിരിക്കും. യു എക്സ് എന്തായിരിക്കും? യു കോസ് തീറ്റ ആയിരിക്കും. അതിന് മാറ്റം ഉണ്ടാകും. പിന്നെ തിരിച്ചിങ്ങനെ വരുന്ന സമയത്ത് വൈ ആക്സിൽ വെലോസിറ്റി നേരെ തിരിയും, റിവേഴ്സ് ആകും. യു സൈൻ തീറ്റ എങ്ങനെയായിരിക്കും? യു കോസ് തീറ്റ എങ്ങനെയായിരിക്കും? അതായത് താഴേക്ക് വരുന്നതോറും അതിൻ്റെ വെലോസിറ്റി കൂടി വരും. അപ്പോൾ എങ്ങനെയാണ്? വൈ ആക്സിലെ വെലോസിറ്റി ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് പോകും, കുറഞ്ഞ് ഇവിടെ എത്തുമ്പോൾ എന്താകും? 0 ആകും. പിന്നെ താഴേക്ക് വരുമ്പോൾ കൂടി
ഇവിടെ എത്തുമ്പോൾ മാക്സിമം വാല്യൂ ആയിരിക്കും. ഓക്കെ, ഇത് മനസ്സിലായില്ലേ? ഇനി ഇതിൽ നിന്ന് കുറച്ച് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. നോക്കടാ, ഇതിനെയാണ് നമ്മൾ എന്താ പറയുക, റേഞ്ച് എന്ന് പറയുക അല്ലേ. റേഞ്ച് എത്ര ഡിസ്റ്റൻസ് കവർ ചെയ്തെന്ന്. അതുപോലെ ഇതാണെന്ത്, ഹൈറ്റ് അല്ലേ, മാക്സിമം ഹൈറ്റ്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ഇക്വേഷൻ ഞാൻ പറഞ്ഞുതരാം. ശ്രദ്ധിക്കുക, മാക്സിമം ഹൈറ്റിൻ്റെ ഇക്വേഷൻ എന്താ നിങ്ങൾ പഠിച്ചത്? യു സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ ഡിവൈഡഡ് ബൈ 2g അല്ലേ. ഇതാണ് മാക്സിമം ഹൈറ്റിൻ്റെ ഇക്വേഷൻ. ഇനി മാക്സിമം റേഞ്ചിൻ്റെ ഇക്വേഷൻ ആണ് യു സ്ക്വയർ സൈൻ 2 തീറ്റ ഡിവൈഡഡ് ബൈ g. ഓക്കെ, ഇതാണ് റേഞ്ചിൻ്റെ ഇക്വേഷൻ. ഇനി ടൈം ഓഫ് ഫ്ലൈറ്റ്, ടൈം 2u സൈൻ തീറ്റ ഡിവൈഡഡ് ബൈ g. ഈ 3 ഇക്വേഷൻ നിങ്ങൾക്ക് അറിയില്ലേ? അറിയാം. ഓക്കെ, ഇനി വേറൊരു കാര്യം കൂടി പറയാം. എപ്പോഴാണ് റേഞ്ച് മാക്സിമം ആവുക? റേഞ്ച് മാക്സിമം എന്ന് പറഞ്ഞാൽ യു സ്ക്വയർ ബൈ ജി ആണ്. അപ്പോൾ തീറ്റ, ആ സമയത്ത് തീറ്റ എത്ര ആയിരിക്കണം? 45 ഡിഗ്രി ആയിരിക്കും. നിങ്ങൾക്കറിയാം, കാരണം എന്താ, സൈൻ 2 തീറ്റ ഈക്വൽ ടു 1 ആവണം. സോ തീറ്റ വിൽ ബി 45. എപ്പോഴാണ് മാക്സിമം ഹൈറ്റ് വരിക? തീറ്റ ഈക്വൽ ടു 90 ഡിഗ്രി ആയിരിക്കും. എച്ച് എന്തായിരിക്കും? എച്ച് മാക്സ് ആയിരിക്കും. അതായത് നേരെ കുത്തനെ എറിഞ്ഞാലാണ് ഏറ്റവും കൂടുതൽ ഹൈറ്റിലേക്ക് പോകുക. ഈ ഒരു ഐഡിയ അല്ലേ? പിന്നെ ഇവിടെ ട്രാജക്ടറി, അതായത് ഈ സ്റ്റോൺ അല്ലെങ്കിൽ ഈ വസ്തുവിൻ്റെ ട്രാജക്ടറിയാണിത്. y ഈക്വൽ ടു എക്സ് ടാൻ തീറ്റ മൈനസ് ജി എക്സ് സ്ക്വയർ ഡിവൈഡഡ് ബൈ 2u സ്ക്വയർ കോസ് സ്ക്വയർ തീറ്റ. ഇതൊന്ന് ഓർത്ത് വെക്കണം, ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മളൊരു ക്വസ്റ്റ്യൻ ഇത് റിലേറ്റ് ചെയ്ത് ചെയ്യും. ഇവിടെ വൈയും എക്സ് സ്ക്വയറും. സോ y പ്രപ്പോർഷണൽ ടു എക്സ് സ്ക്വയർ എന്തിൻ്റെ ഇക്വേഷൻ ആണ്? പരബോളയുടെ ഇക്വേഷൻ ആണ് അല്ലേ. പരബോളയുടെ ഇക്വേഷൻ ആണ്. അതാണ് ഇതിൻ്റെ മൂവ്മെൻറ്റ് എങ്ങനെ പരബോളായിട്ട് നിൽക്കുന്നത്. നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ശ്രദ്ധിക്കാം, ക്വസ്റ്റ്യനിലേക്ക് പോകാം അല്ലേ. ആദ്യ ക്വസ്റ്റ്യനിലേക്ക് പോകും. ഇത് കുറച്ച് ട്രിക്കി ക്വസ്റ്റ്യൻ ആണ്. Okay, 2 bullets are fired horizontally and simultaneously toward each other from rooftops of 2 buildings 100 meter apart and same height of 200 meter with the same velocity of 25 meter per second. When and where will the 2 bullets collide? Question എന്താണ്? 2 ബിൽഡിംഗ് ഉണ്ട്. ഓക്കെ, ഒരു ബിൽഡിംഗ് ആണെന്ന് വിചാരിക്കുക. 2 ബിൽഡിംഗ് ഉണ്ട്. മറ്റൊരു ബിൽഡിംഗ് ഇവിടെ ഉണ്ട്. ഈ ബിൽഡിങ്ങുകൾ തമ്മിൽ 100 മീറ്റർ ഡിസ്റ്റൻസ് ഉണ്ട് എന്നാണ് ക്വസ്റ്റ്യനിൽ പറയുന്നത്. ഈ ബിൽഡിങ്ങിൻ്റെ ഹൈറ്റ് 200 മീറ്ററാണ്. രണ്ട് ബിൽഡിങ്ങിൻ്റെ ഹൈറ്റ് എത്രയാണ്? 200 മീറ്റർ. അപ്പോൾ ഇവിടെ ഉള്ളൊരു ചെക്കൻ, ഓക്കെ, ഇവനൊരു ഷൂട്ട് ചെയ്തു. എന്ത്? ഇവിടെയും വേറെ അവൻ്റെ ഒരു സുഹൃത്തുണ്ട്. അവൻ എന്ത് ചെയ്തു? ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടില്ല കേട്ടോ. ക്വസ്റ്റ്യനിൽ എന്താ പറഞ്ഞിട്ടുള്ളൂ? ഒരു ബുള്ളറ്റ് എന്ത് ചെയ്തു? 2 bullets are fired horizontally. 2 bullets are fired horizontally. ഒരു ബുള്ളറ്റ് ഇങ്ങനെ ഫയർ ചെയ്തു, മറ്റൊരു ബുള്ളറ്റ് ഹൊറിസോണ്ടലി ഫയർ ചെയ്തു. അപ്പോൾ ഹൊറിസോണ്ടലി ഫയർ ചെയ്യുമ്പോൾ ഇങ്ങനെയല്ല പോകണ്ടേ. പക്ഷേ ഗ്രാവിറ്റേഷൻ ഉള്ളത് കൊണ്ട് നമുക്കറിയാം അതിൻ്റെ കെർവായിട്ടായിരിക്കും എന്തുണ്ടാവുക, ആ ബുള്ളറ്റ് സഞ്ചരിക്കുക. സോ ഇങ്ങനെ ആയിരിക്കും അതിൻ്റെ മൂവ്മെൻറ്റ് ഉണ്ടാവും അല്ലേ. എന്നിട്ട് ഇവർ പറയുന്നു ഒരു സ്ഥലത്തെത്തിയപ്പോൾ അതെന്ത് ചെയ്ത്? കൊളൈഡ് ചെയ്തു, 2 കൂട്ടിമുട്ടി. അപ്പം അത് ഏത് ഹൈറ്റിലാണ് അല്ലേ? ഏത് ഹൈറ്റിലാണ്? അതായത് നമുക്കറിയാം ഇത് 200 മീറ്റർ അല്ലേ. ഇത് കൂട്ടിമുട്ടിയത് ഏത് ഹൈറ്റിലാണെന്ന് കണ്ടുപിടിക്കണം. ഓക്കെ, അതുപോലെ എത്രാമത്തെ സെക്കൻഡിലാണെന്ന് കണ്ടുപിടിക്കണം. സോ നമുക്ക് ഈ ചിത്രം ഒന്ന് റീഡ്രോ ചെയ്ത്, ഇത് 100 മീറ്റർ ഉണ്ട്, ഇത് 200 മീറ്ററാണ് ഹൈറ്റ്. ഒരു ബുള്ളറ്റ് ഇവിടെ നിന്ന് ഇങ്ങനെ വന്നു, ഒരു ബുള്ളറ്റ് ഇവിടെ നിന്ന് ഇങ്ങനെ വന്നിട്ട് ഇവിടെ വെച്ച് കൂട്ടിമുട്ടി, ഇവിടെ വെച്ചിട്ട് കൂട്ടിമുട്ടി. അങ്ങനെയാണെങ്കിൽ ശ്രദ്ധിക്കുക, ഇവിടെ ഇതിൻ്റെ വെലോസിറ്റി എത്ര? 25 മീറ്റർ പെർ സെക്കൻഡ് ആണ്. ഇതിൻ്റെ വെലോസിറ്റി 25 മീറ്റർ പെർ സെക്കൻഡ് ആണ്. സോ ഇത് 2 രീതിയിൽ ചെയ്യാം. ഞാൻ ഒന്ന് സിമ്പിളായിട്ട് പറഞ്ഞുതരാം. രണ്ടിൻ്റെ വെലോസിറ്റി 25 മീറ്റർ പെർ സെക്കൻഡ് ആണ്. ഇവിടെ ഒറിസോണ്ടൽ ഡയറക്ഷനിൽ ഒരു ആക്സലറേഷൻ ഇല്ലല്ലോ. സോ ഇത് 2 സഞ്ചരിക്കുക, ഒരേ ടൈമിലാണല്ലോ ഫയർ ചെയ്തത്. സോ ഇത് 2 സഞ്ചരിക്കുക ഒരേ ഡിസ്റ്റൻസ് ആയിരിക്കും, ശരിയല്ലേ? ഒരേ ടൈമിൽ ഒരേ രീതിയിൽ ഫയർ ചെയ്ത് കഴിഞ്ഞാൽ 2 ഒരേ ഡിസ്റ്റൻസ് ആയിട്ട് സഞ്ചരിക്കുക. സോ ഇവിടെ 100 മീറ്ററാണ് ആകെയുള്ള വീതി. സോ എന്തായിരിക്കും? 2 ഒരേ രീതിയിലായിരിക്കുമ്പോൾ പകുതി ആയിരിക്കും 2 സഞ്ചരിച്ചിട്ടുണ്ടാവും അല്ലേ. എക്സാക്റ്റ് പകുതി പോയിന്റിൽ, അതായത് 50 മീറ്റർ എത്തുമ്പോൾ ഇവരെന്ത് ചെയ്യും? ഇവർ ഡിസ്റ്റൻസ് നോക്ക്, 50 മീറ്റർ എത്തുമ്പോൾ, ഡിസ്റ്റൻസ് 50 മീറ്റർ എത്തുമ്പോൾ ഒരു കൊളൈഡ് ചെയ്യും. അപ്പം നമുക്ക് ടൈം കാണാനുള്ള ഇക്വേഷൻ എന്താണ്? ഡിസ്റ്റൻസ് ബൈ വെലോസിറ്റി ചെയ്താൽ പറയും. ഡിസ്റ്റൻസ് ഇവിടെ 50 ആണ്, വെലോസിറ്റി എത്ര? 25. നമുക്ക് എത്ര കിട്ടും? 2 സെക്കൻഡ് കിട്ടും. അപ്പോൾ 2 സെക്കൻഡ് കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യും? 50 മീറ്ററിലെത്തും. ആ 50 മീറ്ററിൽ വെച്ചിട്ട് എന്ത് ചെയ്യും? കൊളൈഡ് ചെയ്യും. ഇങ്ങനെ ചെയ്യാം. പക്ഷേ ഇവിടെ ഒരു ജനറൽ മോഡൽ എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ 2 വെലോസിറ്റി വ്യത്യസ്തമാണെങ്കിലും അങ്ങനെ ചെയ്യണമെന്ന് വെച്ചാൽ ശ്രദ്ധിച്ചോ, ഇവിടെ റിലേറ്റീവ് വെലോസിറ്റി കാണണം.
ഇതിപ്പോൾ ബുള്ളറ്റ് എ ആണ്, ഇത് ബുള്ളറ്റ് ബി ആണെന്ന് നിങ്ങൾ വിചാരിക്കാം. എടാ വെലോസിറ്റി ഓഫ് ബുള്ളറ്റ് എ വിത്ത് റെസ്പെക്ട് ടു ബി എങ്ങനെ ചെയ്യുക? വി മീൻ വി ബി നിങ്ങൾക്ക് അറിയാമെന്ന് വിശ്വസിക്കുന്നു അല്ലേ? റിലേറ്റീവ് വെലോസിറ്റി വിത്ത് റെസ്പെക്ട് ടു ബി ചെയ്യുകയാണ്. ശ്രദ്ധിച്ചോട്ടോ, വി എത്രയാണ്? വി എ 25, അത് ഈ ഡയറക്ഷനിലാണ്. മൈനസ് വി ബി എത്രയാണ്? വി ബി ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ, അത് -25, 50 മീറ്റർ പെർ സെക്കൻഡ്. സോ ഇവിടെ റിലേറ്റീവ് വെലോസിറ്റി 50 മീറ്റർ പെർ സെക്കൻഡ് ആണ്. ഇതെങ്ങനെ ചെയ്യാന്ന് വെച്ചാൽ നമ്മൾ ബീനെ റെസ്റ്റിലാക്കി നോക്കുമ്പോൾ നമുക്ക് എന്താ മനസ്സിലാവുക? എ എന്നുള്ളത് അതിന് ഡബിൾ സ്പീഡിലാണ് വരിക. കാരണം എന്താ, ഈ ബി എന്നുള്ള ഫ്രെയിം ഓഫ് റെഫറൻസിൽ എ വരുന്നത് റിലേറ്റീവ് വെലോസിറ്റിയിലാണ്, അതായത് 50 മീറ്റർ പെർ സെക്കൻഡിലാണ്. അങ്ങനെയാണെങ്കിൽ ടൈം കാണാൻ എന്ത് ചെയ്യുക? ഡിസ്റ്റൻസ് ബൈ സ്പീഡ്. അതായത് ഇവിടെ റിലേറ്റീവ് വെലോസിറ്റി, ഡിസ്റ്റൻസ് ഇവിടെ എത്ര? ടോട്ടൽ 100 ആണ്. അന്നേരം 50 എടുക്കരുത്. കാരണം എന്താ, ഇവിടെ റിലേറ്റീവ് വെലോസിറ്റിയാണ് നമ്മൾ അപ്ലൈ ചെയ്തത്. സോ റിലേറ്റീവ് വെലോസിറ്റി അപ്ലൈ ചെയ്യുമ്പോൾ അത് ഫ്രെയിം ഓഫ് റെഫറൻസ് മാറ്റുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ 100 ഡിവൈഡഡ് ബൈ 50 ചെയ്യാം. സോ എത്ര ടൈം കിട്ടി? 2 സെക്കൻഡ് എന്ന് കിട്ടി. ടൈം 2 സെക്കൻഡ് എന്ന് കിട്ടി. 2 സെക്കൻഡ് കഴിഞ്ഞാൽ അവർ കൂട്ടിമുട്ടും. പിന്നെ അടുത്ത ചോദ്യം, എത്ര ഹൈറ്റിലായിരിക്കും അവർ കൂട്ടുക എന്നാണ്. എത്ര ഹൈറ്റിലായിരിക്കും കൂട്ടിമുട്ടുക എന്നാണ്. സോ അതിനെന്ത് സിമ്പിളായിട്ടുള്ള പരിപാടി ചെയ്താൽ മതി. ഈ 2 സെക്കൻഡ് കൊണ്ട് ഇവർ എത്രത്തോളം താഴേക്ക് വന്നത് നോക്കിയാൽ മതി. അതിനെന്താ ചെയ്യേണ്ടത്? ശ്രദ്ധിച്ചോ, നമുക്കറിയാം H = ut + AT². ഈ ഇക്വേഷൻ നിങ്ങൾക്ക് അറിയില്ലേ? എച്ച് എന്ന് പറഞ്ഞാൽ ഡിസ്പ്ലേസ്മെൻറ്റ്, അതായത് വൈ ഡയറക്ഷനിൽ എച്ച് ആണ് കേട്ടോ. അതായത് ഞാൻ ഉദ്ദേശിച്ചത് ഇതിനെയാണ് ഞാൻ എച്ച് നിർത്തത്. ഈ ഡിസ്റ്റൻസാണ് എനിക്ക് കാണേണ്ടത്. നോക്കട്ടെ, H = ഞാൻ പറഞ്ഞു ഇത് ഫുൾ വൈ ഡയറക്ഷനിലല്ലേ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ എന്തെടുക്കണം? UYT + ½ AYT². അതായത് വൈ ആക്സിലുള്ള എല്ലാ ക്വാണ്ടിറ്റീസും കൊടുക്കണം. നോക്കടാ, UY എത്രയായിരുന്നു? ഇത് ഷൂട്ട് ചെയ്തത് ഹൊറിസോണ്ടലിയാണ്. സോ UY = 0 ആണ് അല്ലേ? UY = 0 ആണ്. കാരണം എന്താ, ഇതിന് വൈ ആക്സിൽ വെലോസിറ്റി ഇല്ല ബുള്ളറ്റിന്. സോ 0 × T + ½ AY എന്ന് പറഞ്ഞാൽ എന്താ? ഗ്രാവിറ്റേഷൻ്റെ ആക്സലേഷൻ ആണ് AY, അതായത് താഴോട്ടേക്കാണ്. സോ അത് ഞാൻ -G എന്ന് കൊടുത്തു. × T എത്രയാണ്? 2². സോ ഇത് എത്ര വരും? 1/2 10 × 4, അതായത് -20 മീറ്റർ കിട്ടി. എത്ര ഹൈറ്റ്? അതായത് നോക്കടാ, ഇവിടെ നിന്ന് ഒരു 20 മീറ്റർ താഴോട്ട്, അതാണ് മൈനസ് എന്ന് പറയുന്നത്, 20 മീറ്റർ താഴോട്ട് എത്തിയിട്ടാണ് ഇവരെന്ത് ചെയ്യുക? അതായത് ഈ പൊസിഷനിലാണ് ഇവരെന്ത് ചെയ്യുക? കൊളൈഡ് ചെയ്യുക. എന്ന് വെച്ചാൽ ടോട്ടൽ ഹൈറ്റ് എത്രയാണ്? ടോട്ടൽ ഹൈറ്റ് ബിൽഡാണ് 200 മീറ്റർ ആണ് അല്ലേ? അങ്ങനെയാണെങ്കിൽ ഇവർ കൊളൈഡ് ചെയ്ത ഹൈറ്റ് എത്രയായിരിക്കും? 100 - 20, അതായത് ഏകദേശം 180 മീറ്റർ. 180 മീറ്ററിലായിരിക്കും അവരെന്ത് ചെയ്യുക? കൊളൈഡ് ചെയ്യുക. അതായത് ഈ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ എത്ര ആയിരിക്കും? 1 മീറ്റർ ആയിരിക്കും. സോ ഇതിലേതാണ്? ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞത് കൺഫ്യൂഷൻ ആവരുത്. റിലേറ്റീവ് വെലോസിറ്റി മെത്തേഡാണ് ജനറലായിട്ട് നിങ്ങൾ യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്ക്. An object is shoot from bottom of a long smooth inclined plane kept at an angle 60 degree with horizontal. അപ്പോൾ നമുക്കതൊന്ന് വരച്ച് നോക്കാം അല്ലേ? ഒരു ഇൻക്ലൈൻഡ് പ്ലെയിൻ ഉണ്ട്, 60 ഡിഗ്രിയിൽ ഇങ്ങനെ ഇൻക്ലൈൻ ചെയ്തിരിക്കുകയാണ്. അവിടുന്ന് ഒരു ഒബ്ജക്റ്റ് ഷോട്ട് ഫ്രം ദ ബോട്ടം. ഇവിടുന്ന് ഒരു ഒബ്ജക്റ്റ് എന്ത് ചെയ്തേ? ഇങ്ങനെ ഷൂട്ട് ചെയ്തു. ഒരു ഒബ്ജക്റ്റ് ഇങ്ങനെ ഷൂട്ട് ചെയ്തു. അത് x1 ഡിസ്റ്റൻസ് വരെ പോയി. ഓക്കെ, x1 ആണെന്ന് വിചാരിക്കുക. x1 ഡിസ്റ്റൻസ് വരെ പോയി എന്ന് വിചാരിക്കുക. ബട്ട് വെൻ ദ ഇൻക്ലിനേഷൻ ഡിക്രീസ് ടു 30 ഡിഗ്രി ആൻഡ് ദ സെയിം ഒബ്ജക്റ്റ് ഈ ഷോട്ട് വിത്ത് ദ സെയിം വെലോസിറ്റി ആൻഡ് ഇറ്റ് ക്യാൻ ട്രാവൽ x2 ഡിസ്റ്റൻസ്, ദെൻ x1 ഈസ് ടു x2 എത്രയാണെന്ന് ചോദിച്ചത്. ഇൻക്ലിനേഷൻ 60 ആകുമ്പോൾ x1, 30 ആകുമ്പോൾ x2 ആണ്. നോക്കടാ, ഇവിടെ ഒരു വസ്തു ഉണ്ടെങ്കിൽ അത് വരയ്ക്കുമ്പോൾ ശ്രദ്ധിച്ച് നോക്കണേ. ഇവിടെയാണ് ആ വസ്തു ഉള്ളത്. ഇതിൻ്റെ മുകളിൽ എന്തൊക്കെ നോക്കി, ഇവിടെ ഇതിന് ഈ ഡയറക്ഷനിലാണ് എന്തുള്ളത്? വെലോസിറ്റി ഉള്ളത് അല്ലേ? ഇതിന് താഴോട്ടേക്ക് എന്തുണ്ടാവും? ജി ആക്സലറേഷൻ താഴോട്ടേക്ക് ഉണ്ടാകും. ഇപ്പോൾ നമ്മളിവിടെ സോൾവ് ചെയ്യേണ്ടത് നോക്കടാ, ഈ ഡയറക്ഷനിലല്ലേ സോൾവ് ചെയ്യേണ്ടത്? അതായത് ഈ ഡയറക്ഷനിലാണ് ഇത് മൂവ് ചെയ്യുന്നത്. ഇപ്പോൾ ജി നോക്ക്, ജി
നമ്മൾ റിസോൾവ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ആംഗിൾ 60 അല്ലേ, ഈ ആംഗിൾ 60 ആകുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഈ ആംഗിൾ എത്ര കിട്ടും? 60 തന്നെ കിട്ടും, ശരിയല്ലേ? ഈ ആംഗിൾ 60 ആകുമ്പോൾ ഇത് എത്ര വരും? ഇത് 60 വരും. അപ്പോൾ ഇതെന്താണ്? ജി കോസ് 60 ആണ്. ഇതോ ജി സൈൻ 60 ആണ്. അതായത് നോക്കട്ടെ, ഇത് നമ്മൾ എക്സ് ആക്സിസ് ആക്കി എടുത്തത് ഈ ഡയറക്ഷൻ. അങ്ങനെയാണെങ്കിൽ എക്സ് ആക്സിൽ ആക്സിലറേഷൻ എത്ര? ജി സൈൻ 60. അതുപോലെ വൈ ആക്സിസിലുള്ള ആക്സിലറേഷനോ ജി കോസ് 60. അപ്പോൾ നമുക്ക് നോക്കാം. x1 എന്നുള്ള ഡിസ്റ്റൻസ് അല്ലേ, x1 ഈക്വൽ ടു നമ്മൾ മറ്റേ ഇക്വേഷൻ യു ടി പ്ലസ് ഹാഫ് എക്ക് പകരം നമ്മൾ എന്ത് കൊടുക്കണം? ജി സൈൻ 60 കൊടുക്കണം അല്ലേ? എക്സ് ആക്സിൽ അന്നേരമുള്ള ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ ജി സൈൻ 30 മൈനസ് ജി സൈൻ 60 ആണ്, ശരിയല്ലേ? ഓപ്പോസിറ്റ് ഡയറക്ഷനല്ലേ? ഇൻറ്റു ടി സ്ക്വയർ അല്ലേ? ഇത് കിട്ടി x1. നമുക്ക് ടൈം ഇതിൽ തന്നിട്ടില്ല അല്ലേ? ടൈം ഈ ക്വസ്റ്റ്യനിൽ തന്നിട്ടില്ല, ടൈമിനെ കുറിച്ച് മെൻഷൻ ചെയ്യുന്നില്ല. സോ ഈ ഇക്വേഷൻ അല്ല യൂസ് ചെയ്യേണ്ടത്. നമ്മൾ ഏത് ഇക്വേഷൻ യൂസ് ചെയ്യുക? ടൈം ഇല്ലാത്ത ഇക്വേഷൻ, വി സ്ക്വയർ ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് 2as എന്നുള്ള ഇക്വേഷൻ യൂസ് ചെയ്യാം. വി എത്ര? എടാ ഈ വസ്തു ഇവിടെ പോയിട്ട് സ്റ്റോപ്പായിട്ടല്ലേ? സ്റ്റോപ്പ് ആയതുകൊണ്ടല്ലേ x1 വരെ പോയത്, അല്ലെങ്കിൽ കൂടുതൽ പോകുമല്ലോ. സോ അറ്റ് x1 വി എന്തായിരിക്കും? 0 ആയിരിക്കും. സോ അറ്റ് x1 വി ഈക്വൽ ടു 0 ആയിരിക്കും, കാരണം അവിടെ വരെ പോയിട്ട് സ്റ്റോപ്പ് ആയിട്ടുണ്ട്. പ്ലസ് യു സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു, എടാ ഈ വെലോസിറ്റിക്ക് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ആക്സലറേഷൻ ഏതാണ്? മൈനസ് ജി അല്ലേ? മൈനസ് ജി സൈൻ 6 ഇൻറ്റു എസ് പറഞ്ഞാൽ x1 ഡിസ്റ്റൻസ് ആണ്. സോ നമുക്ക് ഇതിൽ നിന്ന് എന്ത് കിട്ടി? 0 ഈക്വൽ ടു യു സ്ക്വയർ മൈനസ് 2g സൈൻ 60 എത്രയാണ്? √3 ആണ് ഇൻറ്റു x1. ഇതിൽ നിന്ന് x1 ഒന്ന് കണ്ടുപിടിക്കാം. x1 എങ്ങനെ കണ്ടുപിടിക്കാം? യു സ്ക്വയർ ഈക്വൽ ടു 2 ക്യാൻസൽ ആകും, ഈ √3 x1 കിട്ടി. അതായത് x1 ഈക്വൽ ടു യു സ്ക്വയർ ഡിവൈഡഡ് ബൈ √3g എന്ന് കിട്ടി അല്ലേ? ഇനി നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? ഈ ആംഗിൾ എന്താക്കി? അവർ 30 ഡിഗ്രി ആക്കി. 30 ഡിഗ്രി ആക്കി എന്ത് സംഭവിക്കും? ഒന്നുമില്ല, കൊണ്ടും ഇവിടെയുള്ള ജി കോസ് 30 ആയിരിക്കും, ഇതെന്തായിരിക്കും? ജി സൈൻ 30 ആയിരിക്കും. സെയിം സാധനം, പക്ഷേ ആംഗിൾ എന്തായി? മാറി. സോ നമ്മൾ ഇക്വേഷനിൽ ഇടുകയാണെങ്കിൽ x2 ഡിസ്റ്റൻസ് ആണ്, ഇതേ ഇക്വേഷൻ തന്നെയാണ്. അറ്റ് x2 വെലോസിറ്റി 0 ആയിരിക്കും, അതുകൊണ്ടാണല്ലോ അതുവരെ സ്റ്റോപ്പായി പോയത്. യു സ്ക്വയർ മൈനസ് 2g സൈൻ 30 ഇൻറ്റു x2. സൈൻ 30 എത്ര? സൈൻ 30 1/2 ആണ് അല്ലേ? സോ യു സ്ക്വയർ ഈക്വൽ ടു 2g 1/2 x2. ഈ 2 ക്യാൻസൽ ആയി കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടി? x2 ഈക്വൽ ടു യു സ്ക്വയർ ബൈ ജി എന്ന് കിട്ടി, ശരിയല്ലേ? x1 എന്തായിരുന്നു? x1 ഈക്വൽ ടു യു സ്ക്വയർ ഡിവൈഡഡ് ബൈ √3g. ഇവിടെ ചോദിച്ചത് x1 ഈസ് ടു x2 ആണ്. അതായത് എന്താണ്? യു സ്ക്വയർ ഡിവൈഡഡ് ബൈ √3g ഈസ് ടു യു സ്ക്വയർ ഡിവൈഡഡ് ബൈ ജി. യു ഒക്കെ ക്യാൻസൽ ആയി കഴിഞ്ഞാൽ എന്ത് കിട്ടി? 1/√3 ഈസ് ടു 1 കിട്ടി. ഈ ഒരു ഓപ്ഷൻ അതിൽ കാണിക്കുന്നുണ്ടോ? ഇല്ല. ഇവരെന്താ ചെയ്തത് അറിയാം, ശ്രദ്ധിച്ചോ? ഇതിനെ ഈ √3 ഡിനോമിനേറ്ററിലല്ലേ, അത് ഒഴിവാക്കി ഞാൻ ഈ രണ്ടിനെ എന്ത് ചെയ്തു? ഒരു √3 കൊണ്ട് ഇൻറ്റു ചെയ്തു. സോ എന്ത് വരും? √3 1/√3 ഈസ് ടു √3 ഇൻറ്റു 1. ഈ √3 ക്യാൻസൽ എന്തായാലും 1/√3 വരും. ഈ ഓപ്ഷൻ ഉണ്ടോ? ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ വേഗം പോകാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. എ പ്രൊജക്ടൈൽ ഈസ് ഫയർഡ് ഫ്രം എ സർഫേസ് ഓഫ് എർത്ത് വിത്ത് എ വെലോസിറ്റി ഓഫ് 5 m/s at an angle theta with a horizontal. Another projectile fired from another planet. അപ്പോൾ എർത്ത് എന്നല്ല, വേറെ ഏതോ പ്ലാനറ്റിൽ പോയിട്ടാണ് ഫയർ ചെയ്തത്. വിത്ത് എ വെലോസിറ്റി 3 m/s at the same angle follows trajectory which is identical with the trajectory from earth. ട്രാജക്ടറി ഓർമ്മല്ലേ? പരബോളാണ്. സോ ദ വാല്യൂ ഓഫ് ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഓൺ ദ പ്ലാനറ്റ് ഈസ്. അപ്പോൾ ഇവിടെ ചോദിച്ചത് നമുക്കറിയാം, എർത്തിലെ GE 9.8 ആണെന്ന് നമുക്കറിയാം അല്ലേ? 9.8 m/s ആണ്. ഇവിടെ മറ്റൊരു പ്ലാനറ്റിൽ പോയിട്ട് ആണ് പ്രൊജക്റ്റിൽ നടന്നത്. അതിൻ്റെ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയാണ് ചോദിച്ചത്. നമ്മൾ ട്രാജക്ടറി ഇക്വേഷൻ നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്താണ്? y ഈക്വൽ ടു x tan θ മൈനസ് g x² ഡിവൈഡഡ് ബൈ
2u² cos square തീറ്റ. അയ്യോ ഇത് ഓർമ്മയില്ലേ? ഓർമ്മയില്ലേ? ഇവർ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് എന്താണ്, എർത്തിലെ ട്രാജക്ടറിയും പ്ലാനറ്റിലെ ട്രാജക്ടറിയും ഐഡൻറ്റിക്കൽ ആണെന്ന് ഇവർ പറഞ്ഞിട്ടുണ്ട് അല്ലേ? സോ നമുക്കതൊന്ന് എഴുതി നോക്കാം. നമ്മൾ ക്വസ്റ്റ്യനിൽ തന്ന ഹിൻറ്റ് വെച്ചിട്ടാണ് പ്രോബ്ലം സോൾവ് ചെയ്യുക. അല്ലാതെ നമുക്ക് എയർന്ന് എടുത്തിട്ട് നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. ക്വസ്റ്റ്യനിൽ തന്ന ഹിൻറ്റ് എന്താണ് അത് വെച്ച് ചെയ്യാൻ നോക്കുക. ഓക്കെ, ഇവിടെ എന്താണ്, ഞാൻ y = yp, അതായത് രണ്ട് ട്രാജക്ടറി ഈക്വൽ ആണ്. എക്സ് ടാൻ തീറ്റ ഈക്വൽ ആണെന്ന് ഇവർ പറഞ്ഞിട്ടുണ്ട്. മൈനസ് ജി എന്ന് പറഞ്ഞാൽ എർത്തിലെ ജി ആണ്, ഇൻറ്റു x² ഡിവൈഡഡ് ബൈ 2u². യുക്ക് ഞാനൊരു ഇട്ട് കൊടുത്തു. കാരണം എർത്തിലെ വെലോസിറ്റി അവിടെ പറഞ്ഞ എർത്തിലെ വെലോസിറ്റി 5 ആണ്, മറ്റേതിൽ 3 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇൻറ്റു cos² തീറ്റ ഈക്വൽ ടു എക്സ് ടാൻ മൈനസ് GP x² ഡിവൈഡഡ് ബൈ 2p² cos² തീറ്റ. ഇതിൽ എക്സ് ടാൻ തീറ്റ സെയിം ആണ്, x² സെയിം ആണ്, cos θ², 2² ഇതെല്ലാം ക്യാൻസൽ ആയിപ്പോയാൽ എന്ത് വരും? GE ഡിവൈഡഡ് ബൈ UE² ഈക്വൽ ടു GP ഡിവൈഡഡ് ബൈ UP. മൈനസ് ക്യാൻസൽ ആവട്ടോ. ഇവിടെ GE നമുക്കറിയാം എത്രയാ, ഇവർ പറഞ്ഞിട്ട് 9.8 എടുക്കണമെന്ന്, ഡിവൈഡഡ് ബൈ UE എത്രയാണ്? എർത്തിൽ ഇവർ പ്രൊജക്റ്റ് ചെയ്ത വെലോസിറ്റി 5 ആണ്, അതിൻ്റെ സ്ക്വയർ ഈക്വൽ ടു GP. ഇതാണ് കണ്ടുപിടിക്കേണ്ടത്, അതായത് ആ പ്ലാനറ്റിലെ G. UP തന്നിട്ട് എത്രയാണ്? 3² ആണ്. സോ ഈ 3² അങ്ങോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ 9.8 ഇൻറ്റു 3² എത്ര? 9 ഡിവൈഡഡ് ബൈ 25. ഇത് ചെയ്ത് എത്ര കിട്ടുക? എത്ര കിട്ടും ഇത് ചെയ്താൽ? ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ ഇത് 90 ഡിവൈഡഡ് ബൈ, നിങ്ങളിത് 10 ആക്കി എടുക്കുക. 9.8 10 ഇൻറ്റു 9 ഡിവൈഡഡ് ബൈ 25 ചെയ്തു. എത്ര വരും? 90 ഡിവൈഡഡ് ബൈ 25. 90 ഡിവൈഡഡ് ബൈ 25 എത്രയാണ്? 1 2 3 3 പോയിൻറ്റ് സംതിങ് ആണ് അല്ലേ? 3 പോയിൻറ്റ് സംതിങ് ആണ് അല്ലേ? 3 പോയിൻറ്റ് സംതിങ് ആണ് വരിക. സോ ഇതിനായിട്ട് നമ്മളിവിടെ എന്താ ചെയ്തത്? 9.8 10 ആക്കി അപ്രോക്സിമേറ്റ് ചെയ്ത് കാൽക്കുലേറ്റ് ചെയ്തു, കാൽക്കുലേഷൻ്റെ ഈസിന് വേണ്ടിയിട്ടാണ്. സോ അത് ഏകദേശം 3 പോയിൻറ്റ് സംതിങ് വരുന്ന ഏതാണ്? 3.5 ആണ്. സോ ഇത് കാൽക്കുലേറ്ററിൽ കറക്റ്റ് അടിച്ചു കഴിഞ്ഞാൽ 3.5 കിട്ടും. അപ്പോൾ നമ്മൾ കാൽക്കുലേറ്റർ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു? 9.8 10 ആക്കി എടുത്തിട്ട് കാൽക്കുലേഷൻ ചെയ്തു. എന്നിട്ട് അതിൽ നിന്ന് കിട്ടുന്ന വാല്യൂ എത്രയാണ്? നമ്മൾ പറഞ്ഞു 3 പോയിൻറ്റ് സംതിങ് ആയിരിക്കും. കാരണം എന്താ? 3 × 25 75 ആണ്. സോ 325 അവിടെ ഓൾറെഡി ഉണ്ട്. പിന്നെ എത്ര വരിക? സംതിങ് 3.1 അങ്ങനെ സംതിങ് വരും. സോ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. 5.9 വരില്ല, 16.3 വരില്ല, 110.8 വരില്ല. ഓക്കെ, മനസ്സിലായില്ലേ? അടുത്ത ക്വസ്റ്റ്യൻ, 2 particles are projected with the same initial velocity at an angle 30 and 60 with the horizontal. Then ഏതാണ് കറക്റ്റ് എന്ന് ചോദിക്കുകയാണ്. their height will be equal. ഹൈറ്റ് ഈക്വൽ ആയിരിക്കുമോ? ഇല്ല, ഹൈറ്റ് ഈക്വൽ ആയിരിക്കില്ല. കാരണം നോക്കേ, ഞാൻ ഒന്ന് 60 ഡിഗ്രിയിലും ഒന്ന് 30 ഡിഗ്രിയിലും അല്ലേ, ഒന്ന് 30 ഒന്ന് 60 പ്രൊജക്റ്റ് ചെയ്താൽ ഹൈറ്റ് സെയിം ആയിരിക്കില്ല അല്ലേ? ഹൈറ്റ് രണ്ട് വ്യത്യാസം ഉണ്ടാവും. സോ ഫസ്റ്റ് ഓപ്ഷൻ തെറ്റാണ്. പിന്നെ രണ്ടാമത്തെ, their ranges will be equal. റേഞ്ചസ് ഈക്വൽ ആയിരിക്കുമോ? റേഞ്ചസ് ഈക്വൽ ആയിരിക്കും, നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. അതായത് റേഞ്ച് എന്ന് പറയുമ്പോൾ എന്താണ്? U² sin 2θ/g എന്നല്ല ഇക്വേഷൻ. എടാ റേഞ്ചിൻ്റെ ഒരു നിങ്ങൾ നോട്ട് പഠിച്ചിട്ടുണ്ടാവും. എന്താണ്? ഈ തീറ്റയും അതേപോലെ 90 - θ വന്നു കഴിഞ്ഞാൽ റേഞ്ച് ഈക്വൽ ആയിരിക്കും. അതായത് റേഞ്ച് ഓഫ് തീറ്റ ഈക്വൽ ടു റേഞ്ച് ഓഫ് 90 - θ ആയിരിക്കും. സംശയം നിങ്ങൾ എന്ത് ചെയ്യുക? ഈ ഇക്വേഷൻ ഇട്ട് കൊടുത്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് സെയിം വാല്യൂ ആണ് കിട്ടുക, അല്ലെങ്കിൽ സെയിം ഇക്വേഷൻ ആണ് വരിക. അതായത് നോക്കടാ, റേഞ്ച് ഓഫ് 30, അത് 30 ഡിഗ്രിയിൽ എത്ര റേഞ്ച്? അത് തന്നെ ആയിരിക്കും റേഞ്ച് ഓഫ് 90 - 30. 90 - 30 എത്ര? റേഞ്ച് ഓഫ് 60. അപ്പോൾ 30 ഡിഗ്രിയിലും 60 ഡിഗ്രിയിലും ഒരേ റേഞ്ചാണ് വരിക. നിങ്ങൾ പഠിച്ചിട്ടുണ്ടാകും. ഞാൻ വേണമെങ്കിൽ ഞാൻ പെട്ടെന്ന് സോൾവ് ചെയ്ത് തരാം. ഓക്കെ, റേഞ്ച് ഈസ് ഈക്വൽ ടു U² sin 2θ. 2θ പറഞ്ഞാൽ എത്രയാണ്? ഇവിടെ തീറ്റ ഫസ്റ്റ് ഞാൻ 30 എടുത്തു, ഡിവൈഡഡ് ബൈ ജി, അതായത് U² sin 60 ഡിവൈഡ് ബൈ ജി എത്ര വരും? U√3/2. പിന്നെ അടുത്തത് U² sin 2 × 60 ഡിവൈഡ് ബൈ ജി ഈക്വൽ ടു U² sin 120 ഡിവൈഡഡ് ബൈ ജി. ഇവിടെ sin 120 എത്ര? sin 120 കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? sin of 90 + 30 ചെയ്യും. sin of 90 + 30 എന്താണ്?
കോസ് 30 എന്താണ് √3/2 ആണ്. സോ ഇതെന്ത് വരും u²√3/2g. രണ്ടുമല്ലേ, രണ്ട് സെയിം അല്ലേ? അതാ ഞാൻ പറഞ്ഞത്, തീറ്റയിലും 90 - തീറ്റയിലും റേഞ്ച് സെയിം ആയിരിക്കും. അത് ഓർത്ത് വെക്കുക. ചിലപ്പം വേറെ രീതി ചോദിക്കാം. അതായത് ഇപ്പോൾ ആംഗിൾ 20 ആൻഡ് 70, അതുപോലെ 10 ആൻഡ് 80 ഇതെല്ലാം സെയിം ആയിരിക്കും. ദ ടൈം ഓഫ് ഫ്ലൈറ്റ് വിൽ ബി ഈക്വൽ ആയിരിക്കുമോ? ടൈം ഓഫ് ഫ്ലൈറ്റ് ഈക്വൽ ആയിരിക്കുമോ? അല്ല. ടൈം ഡിക്ക് എന്താ 2u സൈൻ തീറ്റ ഇട്ട് കൊടുത്താൽ സൈൻ തീറ്റയുടെ വാല്യൂ വേറെയാണ്. തീറ്റ ഈക്വൽ ടു 60 ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ വേറെയാണ്. അതായത് T80 വിൽ നോട്ട് ബി ഈക്വൽ ടു T60. റെഡി അല്ലേ? ഓക്കെ, അങ്ങനെയാണ്. ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ ബി കറക്റ്റ് ആൻസർ ആണ് കേട്ടോ. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. അതായത് റേഞ്ച് രണ്ടും ഈക്വൽ ആയിരിക്കും. കാരണം 30 എന്ന് പറഞ്ഞാൽ 60 എന്ന് പറഞ്ഞാൽ റിലേഷൻ എന്താണ്? തീറ്റ ആൻഡ് 90 - തീറ്റയാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. എ ബുള്ളറ്റ് ഈസ് ഫയർഡ് ഫ്രം എ ഗൺ വിത്ത് എ സ്പീഡ് ഓഫ് 100 m/s in order to hit a target 100 meter away. At what height above the target should the gun be aimed? ബുള്ളറ്റ് ഫയർ ചെയ്തു 1000 m/s അതിന് വെലോസിറ്റി. 100 മീറ്റർ അവേ ഉള്ള ഒരു വസ്തുവിന് എന്ത് ചെയ്യണം? അത് ഹിറ്റ് ചെയ്യണം. ഓക്കെ. എടാ, ബുള്ളറ്റ് ഫയർ ചെയ്താൽ എങ്ങനെ പോവുക? ഇങ്ങനെ പോവുമോ? ഇല്ല. നമ്മൾ ഭൂമിയിൽ നിന്ന് ബുള്ളറ്റ് ഫയർ ചെയ്താൽ എന്തായാലും ഇങ്ങനെയല്ലേ പോകുള്ളൂ, വരപോള. അപ്പോൾ ഇവർ ചോദിച്ചത് എന്താണ്? എടാ, ഞാൻ ഇവിടെയാണ് എൻ്റെ ടാർഗറ്റ് എങ്കിൽ, ഇത് ടാർഗറ്റാന്ന് വിചാരിച്ചോ, ഞാൻ ബുള്ളറ്റ് ഫയർ ചെയ്താൽ സ്വാഭാവികമായിട്ടും ബുള്ളറ്റ് എങ്ങനെ പോകുക? ഇങ്ങനെ പോവുക. സോ എനിക്ക് ടാർഗറ്റിൽ ഹിറ്റ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. ഞാനിത് കണ്ടറിഞ്ഞിട്ട് എന്ത് ചെയ്യണം? കുറച്ച് ഹൈറ്റിൽ നിന്ന് ബുള്ളറ്റ് ഫയർ ചെയ്ത് എന്ത് സംഭവിക്കും? കറക്റ്റ് ഇവിടെ ടാർഗറ്റിൽ ഹിറ്റ് ചെയ്യും. ഇവർ ചോദിച്ചത് ഈ ഹൈറ്റായിരിക്കും. ഈ ഹൈറ്റ് എത്ര ഹൈറ്റിൽ നിന്നാണ് ഞാൻ ഫയർ ചെയ്താൽ എനിക്ക് എന്ത് ചെയ്യാൻ കഴിയുക? ടാർഗറ്റിൽ ഹിറ്റ് ചെയ്യാൻ കഴിയുക. ഓക്കെ, ഞാനൊരു ചിത്രം വരയ്ക്കാൻ പോവാണ്. ഇവിടെ ഒരാൾ ബുള്ളറ്റ് ഫയർ ചെയ്തു, എന്നിട്ട് ഇവിടെ ഹിറ്റ് ചെയ്തു. ഇത് ടാർഗറ്റ് എന്ന് വിചാരിക്കാം. എത്ര ഹൈറ്റ്? ടാർഗറ്റിൻ്റെ ഹൈറ്റിലാണ് ഉയരത്തിൽ നിൽക്കുന്ന എച്ച്. അത് കണ്ടുപിടിക്കാനാണ് ഇവർ ചോദിച്ചത്. സോ നമുക്ക് എന്ത് തന്നിട്ടുണ്ട്? വെലോസിറ്റി ഈക്വൽ ടു 1000 m/s. ഈ ഡിസ്റ്റൻസ് 100 മീറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ ശ്രദ്ധിച്ചോ. എടാ, ഈ 100 മീറ്റർ കടക്കാൻ എത്ര ടൈം എടുത്തിട്ടുണ്ടാവും? എങ്ങനെ കാണുക? ടൈം ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ സ്പീഡ് ചെയ്താൽ, ഡിസ്റ്റൻസ് ബൈ വെലോസിറ്റി ചെയ്താൽ മതി. ഡിസ്റ്റൻസ് എത്ര? 100 ഡിവൈഡ് ബൈ സ്പീഡ് എത്ര? 1000. അതായത് 0.01 സെക്കൻഡ് കൊണ്ട് എന്ത് ചെയ്യും? ആ ബുള്ളറ്റ് ഇവിടെ ഹിറ്റ് ചെയ്യും. പിന്നെ ചോദ്യം, ഈ 0.01 സെക്കൻഡ് കൊണ്ട് ഈ ബുള്ളറ്റ് എത്രത്തോളം വൈ ഡയറക്ഷനിൽ എത്രത്തോളം സഞ്ചരിച്ചെന്ന് കണ്ടുപിടിച്ച് ഈ ഹൈറ്റ് കിട്ടൂലേ? മനസ്സിലായോ? വൈ ഡയറക്ഷനിൽ ഇത് എത്രത്തോളം സഞ്ചരിച്ചെന്ന് കണ്ടുപിടിച്ചാൽ ഈ ഹൈറ്റ് കിട്ടും. അത് 0.1 സെക്കൻഡിൽ. അതെങ്ങനെ കാണാം? വേറെ ഡിസ്റ്റൻസിൽ ut പ്ലസ് ½ at² അല്ലേ? നോക്കടാ, ഇത് ഏത് ഡയറക്ഷനിൽ എടുക്കണം? ഇൻ വൈ ഡയറക്ഷൻ. ut പ്ലസ് ½ at². അതായത് uy ആണ് ഇവിടെ കണ്ടുപിടിക്കാൻ. അതൊക്കെ ബുള്ളറ്റിന് വൈ ഡയറക്ഷനിൽ വെലോസിറ്റി ഉണ്ടോ? ഇല്ല. അതുകൊണ്ട് 0 പ്ലസ് ½ ഇൻറ്റു ഇവിടെ ഏതാണ് ആക്സലേഷൻ? വൈ ഡയറക്ഷനിൽ ഏത് ആക്സലേഷൻ ഉണ്ടാവുക? -g ഉണ്ടാവുക അല്ലേ? താഴേക്കാണ്. ഇൻറ്റു ടൈം എത്രയാണ്? 0.1 അല്ലേ? 0.1 സെക്കൻഡ്. അപ്പോൾ ഈ ഡിസ്റ്റൻസ് കിട്ടും. എത്ര? ഡിസ്റ്റൻസ് ഈക്വൽ ടു -5 10 ഡിവൈഡഡ് ബൈ 2 5 ഇൻറ്റു 0.1ൻ്റെ സ്ക്വയർ എത്ര? 101. എത്ര വരും? എത്ര ഡിസ്റ്റൻസ് നോക്കൂ? -5 ഇൻറ്റു 0.01 എന്ന് പറഞ്ഞാൽ എത്രയാണ്? -0.05 മീറ്റർ. 0.05 മീറ്റർ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 5 സെൻറ്റിമീറ്റർ അല്ലേ? 5 സെൻറ്റിമീറ്റർ ആണ്. സോ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. ഐഡിയ മനസ്സിലായോ? ബുള്ളറ്റ് നമ്മൾ ഫയർ ചെയ്താൽ എന്തായാലും വളഞ്ഞാൽ പോവുക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? കുറച്ച് ഹൈറ്റിൽ ഫയർ ചെയ്യണം. അപ്പോൾ എന്ത് ചെയ്യും? കറക്റ്റായിട്ട് ടാർഗറ്റിൽ വന്ന് ഹിറ്റ് ചെയ്തോളൂ. ആ ഒരു കോൺസെപ്റ്റ് നിങ്ങൾ മനസ്സിലുണ്ടാവുക. സോ അത് ആ ഒരു ഐഡിയ ഉണ്ടെങ്കിലേ ഇത് ചെയ്യാൻ കഴിയുള്ളൂ. അടുത്ത ക്വസ്റ്റ്യൻ. ഇത് സിമ്പിളാണ്. മാക്സിമം റേഞ്ച് ഓഫ് ഗൺ ഓഫ് ഹൊറിസോണ്ടൽ ടെറൈൻ ഈസ് 16 കിലോമീറ്റർ. മസിൽ വെലോസിറ്റി, അതായത് വെലോസിറ്റി കണ്ടുപിടിക്കാം. 1990 ചോദിച്ച ചോദ്യം. ഇവിടെ എന്താണ് റേഞ്ച് എന്നിട്ട്? റേഞ്ച് 16 കിലോമീറ്റർ പറഞ്ഞിട്ടുണ്ട്. യു കാണാനാണ്, മസിൽ വെലോസിറ്റി ഓഫ് ഷെല്ലാണ്. യു കാണാൻ എന്താ ചെയ്യുക? R =
യു സ്ക്വയർ സൈൻ 2 തീറ്റ ഡിവൈഡഡ് ബൈ ജി. ഓ തീറ്റ അറിയോ? തീറ്റ അറിയില്ല. പക്ഷെ ഇവിടെ എന്ത് പറഞ്ഞിട്ടുണ്ട്? മാക്സിമം റേഞ്ചാന്ന് പറഞ്ഞു തന്നിട്ടുണ്ട്. മാക്സിമം റേഞ്ച് വരണമെങ്കിൽ തീറ്റ ഈക്വൽ ടു എന്തായിരിക്കും? മാക്സിമം റേഞ്ച് വരണമെങ്കിൽ ഞാൻ പറഞ്ഞു തീറ്റ 45 ആയിരിക്കണം അല്ലേ? അതായത് ആർ ഈക്വൽ ടു യു സ്ക്വയർ സൈൻ 2.45 ഡിവൈഡഡ് ബൈ ജി. എടാ സൈൻ 90 അല്ലേ? ഇത് 90 അല്ലേ? 2 × 40 പറഞ്ഞാൽ 90 അല്ലേ? സൈൻ 91 ആണ്. നമുക്ക് എന്ത് കിട്ടും? യു സ്ക്വയർ ബൈ ജി എന്ന് കിട്ടും. സോ മാക്സിമം റേഞ്ച് യു സ്ക്വയർ ഡിവൈഡ് ചെയ്യുന്നത് ഇത് എത്ര തന്നിട്ടുണ്ട്? 16 കിലോമീറ്റർ തന്നിട്ടുണ്ട്. മീറ്ററിലാണല്ലേ സോൾവ് ചെയ്യേണ്ടത്. സോ അപ്പോൾ ആർ ഈക്വൽ ടു യു സ്ക്വയർ ഡിവൈഡ് ബൈ ജി ഈക്വൽ ടു കിലോമീറ്ററിനെ ഞാൻ മീറ്ററിലേക്ക് ആക്കാൻ പോവുകയാണെ 16,000 മീറ്റർ. ശരിയല്ലേ? യു സ്ക്വയർ എങ്ങനെയാണ്? 16,000 ഇൻറ്റു ജി 10 എടുക്കാനാണ് പറഞ്ഞത്. 10 ചെയ്യാം. സോ 16,000 പ്ലസ് ഒരു 0 ഉണ്ടാവും അല്ലേ? യു സ്ക്വയർ. ഓ യു അതിൻ്റെ റൂട്ട് എടുക്കുക. എത്ര വരും? 400 അല്ലേ? 400 അല്ലേ വരിക? 400 മീറ്റർ പെർ സെക്കൻഡ്. ശരിയല്ലേ? ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ. അടുത്തത് റിലേറ്റീവ് വെലോസിറ്റി ടോപ്പിലേക്ക് കടക്കാൻ പോവാണ്. അവിടെ റിലേറ്റീവ് വെലോസിറ്റിയിൽ നമുക്കറിയാം, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, റിലേറ്റീവ് വെലോസിറ്റി എ വിത്ത് റെസ്പെക്ട് ടു ബി എങ്ങനെ ചെയ്യുക? ബി എം ബി ബി അല്ലേ? ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണ്, ഇവിടെ പ്ലസ് ആകും. അത് ഓർത്ത് വെക്കുക. പിന്നെ ഇവിടെ ഞാൻ മെയിനായിട്ട് സെലക്ട് ചെയ്തത് റിവർ ക്രോസിംഗ് പ്രോബ്ലം ആണ്. എടാ ഒരാൾ ഈ റിവർ ഇങ്ങോട്ടേക്കാണ് ഒഴുകുന്നത് വിചാരിക്കുക. സോ ഈ ഡയറക്ഷനിലാണ് റിവറിൻ്റെ വെലോസിറ്റി ഓഫ് റിവർ വിത്ത് റെസ്പെക്ട് ടു ഗ്രൗണ്ട്. ഇത് ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കണേ. വെലോസിറ്റി ഓഫ് റിവർ വിത്ത് റെസ്പെക്ട് ടു ഗ്രൗണ്ട്. ഇവിടെ ഒരാൾ, എൻ്റെ ഫ്രണ്ട് ഇവിടെ നിൽക്കുന്നുണ്ട്. ഇവിടെ എന്ത് ചെയ്യണം? ഈ പോയിന്റിലേക്ക് എത്തണം. ഓക്കെ, ഇത് എ പോയിൻ്റാണ്, ഇത് ബി ആണ്. എന്ന് ബിയിലേക്ക് എത്തണമെങ്കിൽ ഇത് സ്വിം ചെയ്യണം അല്ലേ? ഇവിടുന്ന് ഇങ്ങനെ സ്വിം ചെയ്യണം. സ്വാഭാവികമായിട്ടും ഈ റിവറിൻ്റെ ഒഴുക്ക് ഈ സൈഡിലോട്ടായതുകൊണ്ട് അല്ലേ? ഈ സൈഡിലോട്ടായതുകൊണ്ട് ഇവൻ സ്വാഭാവികമായിട്ട് എവിടെ പോയി എത്തും? ഇങ്ങനെ ഈ റിവർ ഇങ്ങനെ കൊണ്ടുപോയിട്ട് എത്തി സി എന്നുള്ള മുന്നിലേക്ക് എത്തിക്കും. ശരിയല്ലേ? അതാണ് ഒഴുക്കുണ്ടായുള്ള പ്രശ്നം. അതാണ്. സോ ഈ ഡിസ്റ്റൻസ് ഇല്ലേ, ഈ ഡിസ്റ്റൻസിനെ നമ്മൾ ഡ്രിഫ്റ്റ് എന്ന് പറയാം. എന്താ പറയുക? ഡ്രിഫ്റ്റ്. മനസ്സിലായോ? അപ്പം നോക്കടാ, ഇവൻ ഈ ഒഴുകുന്ന ഈ വെലോസിറ്റി ഇല്ലേ, ഇതിനാണ് വെലോസിറ്റി ഓഫ് സ്വിമ്മർ വിത്ത് റെസ്പെക്ട് ടു റിവർ എന്ന് പറയും. കാരണം എന്താ? ഇവന് യഥാർത്ഥത്തിൽ നീന്താൻ ശ്രമിച്ചത് നേരെയാണ്, പക്ഷേ റിവറിൻ്റെ വെലോസിറ്റി കാരണം ഇവൻ എന്തായി? ഡീവിയേറ്റ് ചെയ്ത് പോയി. ഓക്കെ, ഇതാണെന്ത് വെലോസിറ്റി ഓഫ് സ്വിമ്മർ വിത്ത് റെസ്പെക്ട് ടു ഗ്രൗണ്ട്. അത് ഓർത്ത് വെക്കുക. അപ്പോൾ ഇത് ഞാൻ ഇക്വേഷൻ ഉണ്ടാക്കാൻ പോകും. ശ്രദ്ധിച്ചോ, നോക്കടാ. ഇപ്പോൾ നമുക്ക് എങ്ങനെ കിട്ടി? ഇങ്ങനെ വെക്ടേഴ്സ് കിട്ടിയില്ലേ? നോക്കണേ, ഞാൻ പറയുന്നത് ശ്രദ്ധിക്കണേ. ഇതെന്താണ്? വെലോസിറ്റി ഓഫ് സ്വിമ്മർ വിത്ത് റെസ്പെക്ട് ടു ഗ്രൗണ്ട്, വെലോസിറ്റി ഓഫ് സ്വിമ്മർ വിത്ത് റെസ്പെക്ട് ടു റിവർ. ഇതെന്താണ്? വെലോസിറ്റി ഓഫ് റിവർ വിത്ത് റെസ്പെക്ട് ടു ഗ്രൗണ്ട്. എടാ എനിക്ക് കാണേണ്ടത് വെലോസിറ്റി ഓഫ് സ്വിമ്മർ വിത്ത് റെസ്പെക്ട് ടു ഗ്രൗണ്ട് ആണ്. എങ്ങനെയാണ് കാണുക? വെലോസിറ്റി ഓഫ് സ്വിമ്മർ വിത്ത് റെസ്പെക്ട് ടു റിവർ എങ്ങനെ കാണുക? വെലോസിറ്റി ഓഫ് സ്വിമ്മർ വിത്ത് റെസ്പെക്ട് ടു ഗ്രൗണ്ട് മൈനസ് വെലോസിറ്റി ഓഫ് റിവർ വിത്ത് റെസ്പെക്ട് ടു ഗ്രൗണ്ട്. ഞാൻ ഈ ഗ്രൗണ്ട് പറയേണ്ട ആവശ്യമില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുക? ഇത് ഒഴിവാക്കാൻ പോവാണ്. അതായത് വെലോസിറ്റി ഓഫ് എസ് മൈനസ് വെലോസിറ്റി ഓഫ് ആർ അല്ലേ? സ്വിമ്മറിൻ്റെ വെലോസിറ്റി മൈനസ് റിവറിൻ്റെ വെലോസിറ്റി ചെയ്താൽ റിലേറ്റീവ് വെലോസിറ്റി കിട്ടും. നോക്കടാ, ഇതിൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? ഇവിടെ ജി ഒന്നും കൂടി ഇട്ട് കൊടുക്കുകയാണ്. VSG വെലോസിറ്റി ഓഫ് സ്വിമ്മർ വിത്ത് റെസ്പെക്ട് ടു ഗ്രൗണ്ട് കാണാൻ എന്താ ചെയ്യേണ്ടത്? വെലോസിറ്റി ഓഫ് സ്വിമ്മർ വിത്ത് റെസ്പെക്ട് ടു ആർ പ്ലസ് വെലോസിറ്റി ഓഫ് റിവർ വിത്ത് റെസ്പെക്ട് ടു ഗ്രൗണ്ട്. ഇത് ചെയ്താൽ അത് കിട്ടും. ശരിയല്ലേ? ഇനി വേറൊരു ചോദ്യം, സിമ്പിൾ ചോദ്യമാണ്. ഇത് റിവറിൻ്റെ മൂവ്മെൻറ്റ് ഈ ഡയറക്ഷനിലാണ്. ഒരാൾക്ക് ഇവിടുന്ന് കറക്റ്റ് ബി പോയിന്റിൽ എത്തണം. എന്നുള്ള ബി പോയിന്റിൽ തന്നെ എത്തണം. അപ്പോൾ ഇവൻ എന്താ ചെയ്യേണ്ടേ? ഇവൻ ഐഡിയ ഉണ്ടെങ്കിൽ ഇവൻ എന്താ ചെയ്യാറ്? ഇവൻ ഇങ്ങനെ നീന്തുമോ? ഇല്ല. ഇവൻ എന്ത് ചെയ്യും? ശ്രദ്ധിച്ചോ, ഇവൻ ഇങ്ങനെ നീന്തും. ഇവൻ ഇങ്ങനെ ഈ വെലോസിറ്റിയിൽ നീന്താൻ ശ്രമിക്കും, ഈ ഡയറക്ഷനിൽ നീന്താൻ ശ്രമിക്കും. സോ ഈ ഡയറക്ഷനിൽ നീന്തുമ്പോൾ എന്താ സംഭവിക്കുക? റിവറിൻ്റെ പുഷ് കാരണം ഇവൻ സ്വാഭാവികമായിട്ട് എവിടെ വന്ന് എത്തും? ബി എന്നുള്ള പോയിന്റിൽ എത്തും.
അങ്ങനെ ഈ ബി പോയിന്റിൽ എത്തണമെങ്കിൽ നോക്കടാ, ഇതാണ് ഇവൻ്റെ വെലോസിറ്റി എങ്കിൽ, വെലോസിറ്റി ഓഫ് സ്വിമ്മർ വിത്ത് റെസ്പെക്ട് ടു ആർ. അങ്ങനെയാണെങ്കിൽ ശ്രദ്ധിക്കുക, ഇതിന് ഞാൻ കോമ്പോണൻ്റ് ആക്കാൻ പോവാണ്. ഇത് തീറ്റ ആണെങ്കിൽ ഇതെന്താണ്, വെലോസിറ്റി റെസ്പെക്ട് ടു ആർ കോസ് തീറ്റ. ഇതോ വി എസ് ആർ സൈൻ തീറ്റ. ഈ ഡയറക്ഷനിലല്ലേ നമ്മുടെ വെലോസിറ്റി ഓഫ് റിവർ ഉള്ളത്. ഇവൻ ഈ കറക്റ്റ് ബിയിൽ എത്തണമെങ്കിലുള്ള കണ്ടീഷൻ എന്താ പറയുക, ശ്രദ്ധിച്ചോ. വെലോസിറ്റി ഓഫ് സ്വിമ്മർ വിത്ത് റെസ്പെക്ട് ടു ആർ സൈൻ തീറ്റ ഈക്വൽ ടു എന്തായിരിക്കണം, വെലോസിറ്റി ഓഫ് റിവർ ആയിരിക്കണം. അതായത് ഇവൻ്റെ ഹൊറിസോണ്ടൽ വെലോസിറ്റിയും റിവറിൻ്റെ ഹൊറിസോണ്ടൽ വെലോസിറ്റിയും സെയിം ആണെങ്കിൽ എന്ത് സംഭവിക്കും, ഇവൻ കറക്റ്റ് ഓപ്പോസിറ്റ് പോയിന്റിൽ വന്ന് നിൽക്കും. ഈ കണ്ടീഷൻ ഓർത്ത് വെക്കണേ. ഞാൻ പറഞ്ഞ മനസ്സിലായിട്ടില്ലേ? ഇവൻ്റെ ഹൊറിസോണ്ടൽ വെലോസിറ്റിയും റിവറിൻ്റെ ഹൊറിസോണ്ടൽ വെലോസിറ്റിയും സെയിം ആണെങ്കിൽ എന്താ സംഭവിക്കുക, കറക്റ്റ് ഓപ്പോസിറ്റ് പോയിന്റിൽ എത്താൻ കഴിയുള്ളൂ. നമുക്കടുത്ത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. ദ സ്പീഡ് ഓഫ് എ സ്വിമ്മർ ഇൻ സ്റ്റിൽ വാട്ടർ ഈസ് 20 മീറ്റർ പെർ സെക്കൻഡ്. നോക്കടാ, ഇവിടെ തന്ന എന്താണ്, സ്പീഡ് ഓഫ് സ്വിമ്മർ അല്ലേ. അതെങ്ങനെ ഇതാ, സ്പീഡ് ഓഫ് സ്വിമ്മർ ഇൻ സ്റ്റിൽ വാട്ടർ, സ്പീഡ് ഓഫ് സ്വിമ്മർ വിത്ത് റെസ്പെക്ട് ടു റിവർ അല്ലെങ്കിൽ ഇൻ വാട്ടർ ഈക്വൽ ടു എന്താണ്, 20 മീറ്റർ പെർ സെക്കൻഡ് ഇവിടെ തന്നു. ദ സ്പീഡ് ഓഫ് റിവർ വാട്ടർ ഈസ് 10 മീറ്റർ പെർ സെക്കൻഡ് ആൻഡ് ഫ്ലോയിങ് ഡ്യൂ ഈസ്റ്റ്. നോക്കടാ, വെലോസിറ്റി ഓഫ് റിവർ അത് ഗ്രൗണ്ടിനെ റിലേറ്റീവ് ആയിട്ടാണ് പറയുന്നത്. മീറ്റർ പെർ സെക്കൻഡ് ഈസ്റ്റിലോട്ടാണെന്നും പറഞ്ഞിട്ടുണ്ട്. If he is standing on the south bank and wishes to cross the river along the shortest path, the angle at which he should make his stroke with respect to north is given by. 2019 ചോദിച്ച ചോദ്യം. നോക്കടാ, റിവർ ആണെന്ന് വിചാരിക്കുക. ഇവിടെ എന്താ പറഞ്ഞത്, ഈസ്റ്റിലോട്ട് റിവർ എന്ത് ചെയ്യുന്നുണ്ട്, 10 മീറ്റർ പെർ സെക്കൻഡിൽ. ഒരാളിവിടെ സൗത്തിലുണ്ട്, പിന്നെ ഈ നോർത്തിലെ ഈ എക്സാക്ട് ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ഏതാണ്, അവിടെ ഇവിടെ നിങ്ങോട്ടുള്ള ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ഇതല്ലേ. അപ്പോൾ ഇവൻ ഈ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് പോകണമെന്നാണ് പറയുന്നത്. പക്ഷെ ഞാൻ പറഞ്ഞു ഒഴുക്കുണ്ടെങ്കിൽ എന്തായാലും ഇവന് നേരെ നീന്താൻ കഴിയില്ല. അപ്പോൾ ഇവിടെ ചോദ്യം, ഇവിടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞത് എന്താണ്, അവൻ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു ആംഗിളിൽ അവൻ നീന്തി. ആ ആംഗിൾ എത്രയാണെന്ന് കണ്ടുപിടിക്കാൻ. അതായത് ഇവൻ ഈ ആംഗിൾ, ഇങ്ങോട്ടേക്കുള്ള ആംഗിളിൽ നീന്തിയാൽ എന്ത് സംഭവിക്കുള്ളൂ, ഇവന് കറക്റ്റ് ഈ പോയിന്റിൽ എത്തുള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. സോ ഈ ആംഗിൾ കണ്ടുപിടിക്കാനാണ് ഈ തീറ്റ, ആംഗിൾ വിത്ത് റെസ്പെക്ട് ടു നോർത്ത്, അതായത് ഈ തീറ്റയാണ് കണ്ടുപിടിക്കാൻ ചോദിച്ചത്. സോ നോക്കടാ, ഇവിടേക്കുള്ള ഇവൻ ഈ നീന്തുന്നത് എത്രയാണ്, വെലോസിറ്റി ഓഫ് സ്വിമ്മർ വിത്ത് റെസ്പെക്ട് ടു ആർ അല്ലേ. ഈ ഡയറക്ഷനിൽ ആ വെലോസിറ്റിയിൽ അവൻ നീന്തുന്നു. റിവറിന് 10 മീറ്റർ പെർ സെക്കൻഡ് വെലോസിറ്റി ഉണ്ട്. ഇവിടെ എന്താ ചോദ്യം, കറക്റ്റ് ഓപ്പോസിറ്റ് പോയിന്റിൽ എത്തണം. ഞാൻ നേരത്തെ പറഞ്ഞോടാ, ഇവന്റെ ഹൊറിസോണ്ടൽ വെലോസിറ്റി അതായത് വി എസ് ആർ സൈൻ തീറ്റ ആയിരിക്കണം, റിവറിന്റെ ഈക്വൽ ആയിരിക്കണം. എന്നാൽ ഇവ രണ്ട് ഈക്വൽ ആയാലേ ഇത് ക്യാൻസൽ ആയിട്ട് എന്ത് സംഭവിക്കില്ല, ഇവൻ കറക്റ്റ് ഈ പോയിന്റിൽ എത്തും. മനസ്സിലായോ? നമുക്ക് വെച്ച് നോക്കാം. ഞാൻ നേരത്തെ പറഞ്ഞ കണ്ടീഷൻ, വെലോസിറ്റി ഓഫ് സ്വിമ്മർ വിത്ത് റെസ്പെക്ട് ആർ സൈൻ തീറ്റ എന്തിനോട് ഈക്വൽ ആയിരിക്കണം, വെലോസിറ്റി ഓഫ് റിവർ വിത്ത് റെസ്പെക്ട് ഗ്രൗണ്ട് അല്ലേ. വെലോസിറ്റി ഓഫ് റിവർ കാരണം രണ്ടും ഒരേ ഡയറക്ഷനിലാണ്, അത് രണ്ട് ഈക്വൽ ആയിരിക്കണം. നോക്കടാ, സൈൻ തീറ്റ കാണാൻ എന്താ ചെയ്യാം, രണ്ടും നമുക്കറിയാം. റിവറിൻ്റെ വെലോസിറ്റി 10 സ്വിമ്മറിൻ്റെ വെലോസിറ്റി 20 ആണ്. സോ 1/2 സൈൻ തീറ്റ എപ്പോഴാണ് 1/2 ആവുക, തീറ്റ ഈക്വൽ 30 ഡിഗ്രി ആണോ, തീറ്റ ഈക്വൽ ടു 30 ഡിഗ്രി. ഇവിടെ ചോദ്യം എന്താണ്, ഓപ്ഷൻ ഉണ്ട് ഡി, ഓപ്ഷൻ ഡി വെസ്റ്റിലോട്ട് അല്ലേ. ഇതാണ് വെസ്റ്റ് ഡയറക്ഷൻ. ഈ വെസ്റ്റിലോട്ട് 30 ഡിഗ്രിയിൽ നീന്തിയാലേ ഇതിന് കറക്റ്റായിട്ട് ബി എന്നുള്ള പോയിന്റിൽ എത്താൻ കഴിയുള്ളൂ. 30 ഡിഗ്രി അല്ലെങ്കിൽ എന്ത് സംഭവിക്കും, ബിയിലെത്തില്ല, മറ്റേതെങ്കിലും സ്ഥലത്തായിരിക്കും. അതായത് ഇവിടെയോ അല്ലെങ്കിൽ ഇവിടെയോ ആയിരിക്കും അവൻ എന്ത് ചെയ്യുക, എത്തുക. ആ കോൺസെപ്റ്റ് മനസ്സിലായില്ലേ? ഓക്കെ, അടുത്ത് നോക്കാം. എ പേഴ്സൺ സ്വിം ഇൻ എ റിവർ എയിമിംഗ് ടു റീച്ച് എക്സാക്ട്ലി ഓപ്പോസിറ്റ് പോയിന്റ് ഓൺ ദ ബാങ്ക് ഓഫ് റിവർ. നേരത്തെ അതേ കോൺസെപ്റ്റ്, ഓപ്പോസിറ്റ് പോയിന്റ് കറക്റ്റ് എത്തണമെങ്കിൽ രണ്ട് ഹൊറിസോണ്ടൽ വെലോസിറ്റി സെയിം ആയിരിക്കും. അത് ഓർത്ത് വെക്കട്ടോ. ഈ സ്പീഡ് ഓഫ് സ്വിമ്മിങ് ഈസ് 0.5 മീറ്റർ അറ്റ് ആൻ ആംഗിൾ ഓഫ് 120 ദ ഡയറക്ഷൻ ഓഫ് ഫ്ലോ ഓഫ് വാട്ടർ. ദ സ്പീഡ് ഓഫ് വാട്ടർ നോക്കടാ, റിവറിൽ അവൻ ഈ കറക്റ്റ് ഓൻ്റെ എക്സാക്ട്ലി ഓപ്പോസിറ്റ്
എത്തണം. അതിന് അവൻ എന്ത് ചെയ്തിട്ടുണ്ട്? അവൻ ഐഡിയ ഉണ്ട്. അവൻ എന്ത് ചെയ്ത്? അവൻ ഓൾറെഡി എന്താ ചെയ്തത്? ഇങ്ങനെയാണ് അവൻ നീന്തുന്നത്. അത് പറഞ്ഞിട്ടുണ്ട്. അതായത് റിവർ മൂവ് ചെയ്യുന്നത് ഇങ്ങോട്ടേക്കാണ്. 120 ഡിഗ്രി അവൻ എന്ത് ചെയ്യുന്നത്? റിവറിൻ്റെ മൂവ്മെൻറ്റ് ഇതാ, ഈ ഡയറക്ഷന് 120 ഡിഗ്രി മാറിയിട്ടാണ് അവൻ നീന്തുന്നത്. ഇവിടെ ചോദ്യം സ്പീഡ് ഓഫ് വാട്ടറാണ് ചോദിച്ചത്. സ്പീഡ് ഓഫ് വാട്ടർ ഇവിടെ എക്സാക്ട്ലി പോയിന്റ് എത്താൻ ഞാൻ പറഞ്ഞു. വെലോസിറ്റി ഓഫ് സിമ്മർ റെസ്പെക്ട് ആർ സൈൻ തീറ്റ എന്തിനോട് ഈക്വലായിരിക്കണം? വെലോസിറ്റി ഓഫ് ആറിനോട് ഈക്വലായിരിക്കണം അല്ലേ? അത് ചെയ്ത് നോക്കാം നമുക്ക്. വെലോസിറ്റി ഓഫ് സിമ്മർ വിത്ത് റെസ്പെക്ട് ആർ സൈൻ തീറ്റ ഈക്വൽ ടു എന്തായിരിക്കണം? വെലോസിറ്റി ഓഫ് ആർ. എടാ ഇവിടെ തീറ്റ എന്ന് ഞാൻ പറയുന്നത് ഇതാണ് ഇവിടുത്തെ തീറ്റ. ഓക്കെ എടാ ഇത് ടോട്ടൽ 120 ആണ്. അപ്പോൾ ഇത് എത്ര ആയിരിക്കും? 90 മൈനസ് 120 മൈനസ് 90 30 ഡിഗ്രിയാണ്. തീറ്റ ഈക്വൽ ടു 30 ഡിഗ്രിയാണ്. അപ്പം വി എസ് ആർ നമുക്ക് തന്നിട്ടുണ്ട് 0.5 ആണ് അവൻ്റെ സ്പീഡ് ഇൻറ്റു സൈൻ 30 ഈക്വൽ ടു വെലോസിറ്റി ഓഫ് റിവർ. എടാ സൈൻ 30 പറഞ്ഞാൽ 1/2 ആണ് അല്ലേ? 0.5 ഇൻറ്റു 1/2 ഈക്വൽ ടു വി ആർ. എത്ര കിട്ടും? 0.025 മീറ്റർ പെർ സെക്കൻഡ് കിട്ടും. എന്ത്? വെലോസിറ്റി ഓഫ് റിവർ. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. നോക്കടാ. എ സ്പീഡ് ഓഫ് ബോട്ട് ഈസ് 5 km/h ഇൻ സ്റ്റിൽ വാട്ടർ. സോ നമുക്ക് വെലോസിറ്റി ഓഫ് ബോട്ട് വിത്ത് റെസ്പെക്ട് ടു വാട്ടർ, ഞാൻ റിവറിന് കൊടുക്കുന്നു, മാറി പോകണ്ടെന്ന് വിചാരിച്ചിട്ട് കേട്ടോ, ഈക്വൽ ടു 5 km/h തന്നിട്ടുണ്ട്. It crosses a river of width 1 kilometer along the shortest possible path in 15 minutes. The velocity of river. നോക്കടാ, ഒരു റിവർ ഉണ്ട്. ഓക്കെ, ഈ റിവറിൻ്റെ വിഡ്ത്ത് തന്നിട്ടുണ്ട്. വിഡ്ത്ത് എത്രയാണ്? 1 kilometer ആണ്. ഒരു ബോട്ട് ഇവിടെ ഉണ്ട്. ഓക്കെ, ഈ ബോട്ടിന് എക്സാക്ട്ലി ഓപ്പോസിറ്റ് പോയിന്റിൽ എത്തണം അല്ലേ? ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് പറഞ്ഞാൽ ഇവിടെ എത്തണം. അതിന് സ്വാഭാവികമായിട്ട് ഈ ബോട്ട് എന്ത് ചെയ്യും? ഒരു ആംഗിളിൽ മൂവ് ചെയ്യും അല്ലേ? വെലോസിറ്റി ഓഫ് ബോട്ട് വിത്ത് റെസ്പെക്ട് ടു ആർ, ഇതല്ല തീറ്റ. ഈ ആംഗിള് ഇതെന്തായിരിക്കും? വി ബി ആർ സൈൻ തീറ്റ. ഇതോ വി ബി ആർ കോസ് തീറ്റ. ഇത് വെലോസിറ്റി ഓഫ് റിവർ ആണെന്നത്. ഓക്കെ, നോക്കടാ, ഇവിടെ പറഞ്ഞിട്ടുണ്ട് ഇതിനെടുത്ത ടൈം എന്ന് പറയുന്നത് 15 മിനിറ്റ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ? ടൈം ഈക്വൽ ടു 15 മിനിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ട എന്താ? വെലോസിറ്റി ഓഫ് റിവർ ആണ്. വെലോസിറ്റി ഓഫ് കണ്ടുപിടിക്കേണ്ടത്. നമുക്ക് തീറ്റ അറിയോ? തീറ്റയുടെ വാല്യൂ അറിയോ? ഇല്ല. സോ അതുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ കണ്ടീഷൻ, ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസിലെത്തണമെങ്കിൽ കണ്ടീഷൻ, ഇതിൽ തീറ്റ അറിയില്ല. അതിനെന്താ ചെയ്യുക? ശ്രദ്ധിച്ചോ. എടാ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് വി ബി ആർ കോസ് തീറ്റ. നോക്കടാ, വൈ ആക്സിസിലുള്ള ഡയറക്ഷൻ നോക്കടാ. വൈ ആക്സിസിലുള്ള വെലോസിറ്റി വി ബി ആർ കോസ് തീറ്റ അല്ലേ? നമുക്ക് എത്ര ഡിസ്റ്റൻസ് ഉണ്ട് അവിടെ? ഡിസ്റ്റൻസ് ഈക്വൽ 1 kilometer അല്ലേ? അതിനടുത്ത ടൈം എത്ര? 15 മിനിറ്റാണ്. ശരിയല്ലേ? എടാ ഇതിനെടുത്ത ടൈം, അതായത് നമ്മൾ എങ്ങനെ എഴുതാം? വെലോസിറ്റി ഈക്വൽ ഡിസ്റ്റൻസ് ബൈ ടൈം എന്നല്ലേ? നോക്കടാ, വി ബി ആർ കോസ് തീറ്റ അപ്പോൾ എന്തായിരിക്കും? 1 kilometer ഡിവൈഡഡ് ബൈ 15 minutes. 15 minutes അല്ലേ? 15 minutes പറഞ്ഞാൽ എത്ര ഹവറാണ്? നോക്കടാ, ഇത് ഹവറിലേക്ക് മാറ്റുകയാണെങ്കിൽ 15 minutes പറഞ്ഞാൽ എത്രയാണ്? 1/4 ഹവർ ആണ് അല്ലേ? അപ്പോൾ 15 പകരം ഞാൻ തൊട്ട് കൊടുക്കുകയാണ് 1/4. 1 / 4, അതായത് 4 എന്ന് കിട്ടിയിട്ട് എനിക്ക്. ശരിയല്ലേ? നോക്കടാ, അപ്പോൾ വി ബി കോസ് തീറ്റ ഈക്വൽ 4 ഒന്ന് കിട്ടി. കോസ് തീറ്റ ഈക്വൽ ടു 4/VBR. ബോട്ട് വിത്ത് റെസ്പെക്ട് ടു റിവർ ഇവിടെ തന്നിട്ടുണ്ട് എത്ര? 5. 4/5. 4/5 ആണ് കോസ് തീറ്റ കിട്ടിയത്. ഇപ്പോൾ തീറ്റ എത്ര ആയിരിക്കും? തീറ്റ ഈക്വൽ ടു, ശ്രദ്ധിക്കടാ, നിങ്ങളിത് പഠിച്ചിട്ടുണ്ടാവും, 57 ഡിഗ്രി. 57 ഡിഗ്രി കോസ് 4/5 ആണ്. മനസ്സിലായോ? സോ തീറ്റ എന്താണ്? 57 ഡിഗ്രിയാണ്. കാൽക്കുലേറ്റർ ചെയ്താലും മതി. തീറ്റ ഈക്വൽ 57 ഡിഗ്രി എന്ന് കിട്ടി. ഇനി നോക്കടാ,
നമ്മൾ നേരത്തെ പറഞ്ഞ അതേ കണ്ടീഷൻ ചെയ്യാം. ഈ ബി ആർ സൈൻ ഓപ്പോസിറ്റ് എക്സാക്ട്ലി ഓപ്പോസിറ്റ് എത്തണമെങ്കിൽ ഇവ രണ്ട് ഈക്വൽ ആയിരിക്കണം. സൈൻ തീറ്റ സൈൻ ഓഫ് 57 ഈക്വൽ ടു വെലോസിറ്റി ഓഫ് റിവർ ആണ് കണ്ടുപിടിക്കണേ. 5 ഈ ഡയഗ്രാം നോക്ക്. എന്താണ് ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ടനസ് ഇല്ലേ? 3/5 5 ക്യാൻസൽ. വി ആർ എത്ര കിട്ടി? വെലോസിറ്റി ഓഫ് റിവർ എത്ര കിട്ടി? 3 km/h കിട്ടി. കുറച്ച് ട്രിക്കി ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ എന്താ ചെയ്തത്? എടാ ഇവന് ഈ ബോട്ടിന് എന്താ ചെയ്യേണ്ടത്? ഷോർട്ടസ്റ്റ് പാത്തിലാണ് എത്തേണ്ടത്. ഷോർട്ടസ്റ്റ് പാത്ത് പറഞ്ഞാൽ നമ്മളെ എ ടു ബി, എയിൽ നിന്ന് ബിയിലേക്കുള്ള ആ ഡയറക്ഷനാണ്. അങ്ങനെ എത്തണമെങ്കിൽ എന്താണ് കണ്ടീഷൻ? ഇവൻ്റെ ഒറിസോണ്ടൽ വെലോസിറ്റിയും റിവറിൻ്റെ ഒറിസോണ്ടൽ വെലോസിറ്റി സെയിം ആയിരിക്കണം. പക്ഷേ അങ്ങനെ എഴുതുമ്പോൾ നമുക്ക് തീറ്റയുടെ വാല്യൂ അറിയില്ലായിരുന്നു. അതിന് അവർ തന്ന ഹിൻ്റ് എന്തായിരുന്നു? ഇതിൻ്റെ വിടുത്തും തന്നിട്ടുണ്ട്, അത് ക്രോസ് ചെയ്യാൻ എടുത്ത ടൈമും തന്നിട്ടുണ്ട്. സോ നമ്മൾ വൈ ആക്സിസിലുള്ള നമ്പർ മോഷനിൻ്റെ പ്ലെയിനിൽ രണ്ട് ഡയറക്ഷനിൽ നമ്മൾ കൺസിഡർ ചെയ്യും. വൈ ആക്സിസിലുള്ള ഇതിൻ്റെ വെലോസിറ്റി എത്രയാണ്? അത് കാരണമാണ് എന്ത് ചെയ്തത്? ഈ 1 കിലോമീറ്റർ അവൻ പാസ് ചെയ്തത്. സോ അത് വെച്ചിട്ട് ഞാൻ തീറ്റ കണ്ടുപിടിച്ചു. ആ തീറ്റ വെച്ചിട്ട് ഞാൻ എന്ത് ചെയ്തു? വി ആർ കണ്ടുപിടിച്ചു. ഓക്കെ.